കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. The presence of God is in our midst. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ അധിവസിക്കുന്നു. And the Spirit of God dwells within our spirit. അവൻ നമ്മുടെ ദേഹിയിൽ, നമ്മുടെ പ്രാണനിൽ സമ്പൂർണമായി നിറയുവാൻ ആഗ്രഹിക്കുന്നു. And He desires to fill us completely in our soul. നമ്മുടെ പ്രാണനിൽ സമ്പൂർണമായി ആധിപത്യം നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. And the Spirit of God desires to completely reign in our soul. ഹല്ലേലൂയ, Amen. ഹല്ലേലൂയ. Hallelujah. പരിശുദ്ധ ആത്മാവ് സമ്പൂർണമായി നമ്മുടെ ദേഹിയിൽ ആധിപത്യം നടത്തുമ്പോഴാണ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ജീവിതം അനുഭവിക്കാൻ കഴിയുന്നത്. Only when the Holy Spirit is completely reigning in our soul is when we can enjoy a very blessed spiritual life. നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായി അങ്ങനെയുള്ള ആത്മീയ സത്യങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. And from these past weeks we've been hearing such truths. ദൈവം നമ്മുടെ പ്രാണനെ, നമ്മെ തന്നെ തിന്മയ്ക്ക് അജ്ഞാനികളാക്കി തീർക്കുകയാണ്. God is making us, our soul, innocent to what is evil. ആമേൻ. അതായത് ആദമിൻ്റെ വീഴ്ചയിൽ ഉണ്ടായ സകല തകർച്ചകളിൽ നിന്നും ദൈവം നമ്മെ സമ്പൂർണമായി വീണ്ടെടുക്കുകയാണ്. That is that God is delivering us completely from the fall of man. ആമേൻ. Amen. ആദമിൻ്റെ വീഴ്ചയിലൂടെ നമ്മുടെ അകത്ത് അനേകമായ തകർച്ചകൾ മാത്രമേ നമുക്കുള്ളൂ. Through the fall of Adam we have much brokenness. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിച്ചിരിപ്പില്ലെന്ന് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. The apostle writes in the epistle to Romans that in me, that is in my flesh, there's nothing good that dwells. നമ്മിൽ ഒരു നന്മയുമില്ല. There's no good dwelling in us. ആമേൻ. Amen. എന്നറിയുന്നത് നമ്മൾ ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രനെ കാണുമ്പോഴാണ്. We realize this when we look into the only begotten Son of God, who is Jesus. ആമേൻ. Amen. യേശു പറയാണ്, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല. Jesus says, the ruler of the world is coming and he has nothing in me. ആമേൻ. അതായത് ആദം തുടങ്ങി യേശുക്രിസ്തു വരെയുള്ള സകല മനുഷ്യരെയും പിശാച് ദൈവസന്നിധിയിൽ കുറ്റം വിധിച്ചുകൊണ്ടിരുന്നു. That is from the first man Adam till the coming of Jesus Christ. Satan was accusing every man before the presence of God. എല്ലാ മനുഷ്യരിലും പാപമിരിക്കുക. There's in every man sin dwells in them. പിശാചിൻ്റെ പ്രോഡക്റ്റുകൾ, വ്യത്യസ്തമായ പ്രോഡക്റ്റുകൾ ഓരോ വ്യക്തിക്കകത്തും ഇരിക്കുക. All the different products of Satan is dwelling in all the people. ഹല്ലേലൂയ. അതുകൊണ്ട് സകല മനുഷ്യനെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ പിശാച് കുറ്റം വിധിക്കും. So Satan has the right to accuse all man before God. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത്, ഈ ലോകത്തിൻ്റെ പ്രഭുവിന്, പിശാചിന് എന്നിൽ ഒരു കാര്യവും ഒന്നും തന്നെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയില്ല. That's why Jesus says, the ruler of the world, Satan, he has nothing in me. യേശുക്രിസ്തുവിൻ്റെ നീതി നമുക്ക് ദൈവം ദാനമായി തരികയാണ്. God is giving us the righteousness of Jesus Christ as a gift. നമുക്ക് നീതിയില്ല, പാപം മാത്രമേ ഉള്ളൂ. We do not have righteousness, we only have sin. എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി പാപമായി. But Jesus became sin for us. അവൻ്റെ നീതി നമ്മുടെ അക്കൗണ്ടിൽ കണക്കിട്ടു. And he accounted his righteousness to us. അങ്ങനെ നമ്മെ നീതീകരിച്ചു. And in that way he made us righteous. ദൈവം നമ്മെ പാപമില്ലാത്തവരായി പ്രഖ്യാപിച്ചു. And God declared us that we are without sin. നമ്മുടെ പാപി എന്ന പേരിനെ ദൈവം എന്നേക്കുമായി തുടച്ചു മാറ്റി. And God has wiped out our name, the name sinner forever. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അവന്റെ നീതിമാന്മാരെ പ്രഖ്യാപിച്ചു. And God declared us his righteous. അവന്റെ വിശുദ്ധന്മാരെ പ്രഖ്യാപിച്ചു. He declared us as
his holy saints. ക്രിസ്തുവിൽ നമ്മെ തികഞ്ഞവരെ പ്രഖ്യാപിച്ചു. And he declared us that we are perfect in Christ. ക്രിസ്തുവിൽ നമ്മെ ദൈവത്തിന്റെ മക്കളും പ്രിയ മക്കളുമായി പ്രഖ്യാപിച്ചു. And he declared that we are children and beloved sons in Christ. അതാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ ഐഡന്റിറ്റി, നമ്മുടെ തിരിച്ചറിയൽ. This is our identity in Christ. അതാണ് ക്രിസ്തുവിലുള്ള നമ്മുടെ പൊസിഷൻ, നമ്മുടെ സ്ഥാനങ്ങൾ. This is our positions in Christ. നമ്മെ ക്രിസ്തുവിലാക്കി വെച്ചു. He placed us in Christ. ആ ഒരു വലിയ ധൈര്യമാണ് ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്നത്. This is the great confidence that God has placed within us. ഹല്ലേലൂയ. Amen. അതുകൊണ്ട് പിശാചിന് നമ്മുടെ മേൽ ഒരു കുറ്റവും പറയാൻ വേണ്ടിയില്ല. So Satan has no more the right to accuse upon us. ഇപ്പോഴും എൻ്റെ അകത്ത് അവൻ്റെ പ്രോഡക്റ്റുകൾ ഇരിപ്പുണ്ട്. Still now his products remain in me. അവൻ്റെ അശുദ്ധികൾ, അവൻ്റെ പാപങ്ങൾ എൻ്റെ അകത്ത് ഇപ്പോഴുമുണ്ട്. His uncleannesses and his sins are still within me. പക്ഷെ ഞാൻ ജീവിക്കുന്നത് ക്രിസ്തുവിലാണ്. But I live in Christ. ക്രിസ്തുവിന്റെ നന്മയിലാണ് ഞാൻ I ജീവിക്കുന്നത്. live in the blessings of Christ. അതാണ് എൻ്റെ ഐഡന്റിറ്റി. That is my identity. അതാണ് എൻ്റെ അനുഗ്രഹങ്ങൾ. And that is my blessings. ആ ബോധ്യം എനിക്കുള്ളത് കൊണ്ട് പിശാചിന് എൻ്റെ മേൽ ഒരു കാര്യവുമില്ല. And because I have that confidence, that knowledge, Satan has no reign over me, no authority in me. ഹല്ലേലൂയ. Hallelujah. പക്ഷേ പിശാചിന് വലിയ തന്ത്രങ്ങളുണ്ട്. But Satan has great tricks. ഞാൻ ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എനിക്ക് അതിൻ്റെ ഒരു മേഖല തുറന്നു കാണിച്ചു. While I was praying today morning, God showed me a realm of that. ഞാൻ ദൈവത്തിൻ്റെ ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രാവിലെ. I was praying for the wisdom of God in this morning. യേശുവിലുള്ള ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. I was praying for the wisdom of Christ. അല്ലെങ്കിൽ ആദം പാപത്തിൽ വീഴും മുമ്പുള്ള അവൻ്റെ ഒരു ജ്ഞാനമുണ്ടായിരുന്നു. Or the wisdom Adam had before he fell. ആമേൻ. Amen. ദൈവത്തിൻ്റെ സൃഷ്ടി ഒന്നും മോശമല്ല. All the creations of God, they are not evil. പാപത്തിൽ വീഴും മുമ്പ്, അല്ലെങ്കിൽ തിയോളജിക്കലി പറഞ്ഞ നിഷ്പാപയുഗത്തിൽ, പാപമില്ലാത്ത ആ ഏജിൽ, ആ കാലഘട്ടത്തിൽ ആദം എങ്ങനെയായിരുന്നു ഞാൻ അവിടെ കാണുകയായിരുന്നു. When Adam was before the age of sin, before sin came, how he was, I was meditating upon that. കണ്ടു നോക്കി, പാപം ചെയ്യുമ്പോൾ ആദാമിനെ. Can you see that the Adam who was before he committed sin? അത് കാണണമെങ്കിൽ ആരെ കാണണം? യേശുവിനെ കാണണം. If you want to see that man, you have to look unto Jesus. ആമേൻ. Amen. യേശു ഭൂമിയിൽ വന്നത്, അവൻ ദൈവമാണ്, ദൈവപുത്രൻ. പക്ഷെ ഭൂമിയിൽ ജീവിച്ചത് മനുഷ്യനായിട്ടാണ്. Jesus came as the Son of God. He is God, but he lived on the earth as a man, പച്ച മനുഷ്യൻ, as a mere human. എന്നെപ്പോലും നിങ്ങളെപ്പോലും അല്ല, അതറിഞ്ഞിരിക്കണം. But he's not like you and me, that we should realize. പാപത്തിൽ വീഴും മുമ്പുള്ള ആദാമിൻ്റെ ആ സ്റ്റാൻഡേർഡ്. He was in the standard of Adam, who he was before he committed sin. ആമേൻ. Amen. മനസ്സിലാകുമോ? ഇതൊരു വലിയ വിഷയം, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. This is a great topic, and I can't go deeply into that. യേശുവിൻ്റെ ഉള്ളിൽ പാപമില്ല. There is no sin in Jesus Christ. ആമേൻ. Amen. കാരണം അവൻ്റെ ശരീരം ദൈവത്തെ നൽകപ്പെട്ട ശരീരമാണ്. Because his body is given to him by God. എനിക്കും നിങ്ങൾക്കുമുള്ള പാപത്തിൻ്റെ വികാരങ്ങൾ അവൻ്റെ അകത്തില്ല. The sin and the elements of sin which is in us is not in him. ആമേൻ. Amen. നമ്മുടെ അകത്തുള്ള ഈ പോരാട്ടം അവനില്ല. This warfare which is in us is not in him. അവൻ സിൻലെസ്, പാപരഹിതനാണ്. He's sinless. അങ്ങനെ വാക്യങ്ങളെല്ലാം പറഞ്ഞിരിക്കുന്നത്. That's what the scriptures we read in the scriptures. എത്ര വചനങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, അവൻ പാപമില്ലാത്തവനാണ്. There are many scriptures which says he does not have sin. എന്നാൽ പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. But he has the possibility to commit sin. ഈ ഒരു പോയിന്റ് ആത്മീയതയോട് വലിയ വിവാദമുള്ള വിഷയങ്ങളാണ്. And these points are something which is a great discussion in the spiritual world. നമ്മുടെ സിസ്റ്റം അല്ല യേശുവിൻ്റെ ആത്മദേഹി ദേഹത്തിൻ്റെ സിസ്റ്റം. Our system is not the same as with the system of Jesus Christ, with his soul, spirit and body. ആദം വീഴ്ചയ്ക്ക് മുമ്പുള്ള ആ അനുഭവമാണ് യേശുവിൻ്റെ സിസ്റ്റം, ആത്മദേഹി ദേഹത്തിൻ്റെ സിസ്റ്റം. The system of Jesus, his spirit, soul and body is the standard of Adam when who he was before he committed sin. ഹവ്വായെയും ആദാമിനെയും പരീക്ഷിച്ചപ്പോൾ അവർ വീണുപോയി.
When Adam and Eve was tempted, they fell. അതേ സാധ്യത യേശുവിനുണ്ട്. And so Jesus also had the same possibility. പക്ഷെ അവൻ പാപം ചെയ്തില്ല. But he did not commit sin. പിശാച് പരീക്ഷിച്ചു, Satan tempted him, പക്ഷെ അവൻ പാപം ചെയ്തില്ല. but he did not commit sin. ഹവ്വായെ എങ്ങനെ പരീക്ഷിച്ചോ അതുപോലെ യേശുവിനെ പരീക്ഷിച്ചു. The same way he tempted Eve, he tempted Jesus. ആമേൻ. Amen. പക്ഷെ യേശു വചനത്താൽ എന്ത് ചെയ്തു? പിശാചിന്റെ പരീക്ഷ ജയിച്ചു, പാപം ചെയ്തില്ല. But Jesus, by the word, he overcame and he did not commit sin. പാപം എന്ന് ഞാൻ പറയുമ്പോൾ നമ്മുടെ അകത്ത് നടക്കുന്ന പാപമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. When I'm speaking about sin here, I'm not talking about the sin which is in us. ദൈവത്തിന്റെ വചനം ലംഘിക്കുന്നതാണല്ലോ പാപം. The disobedience of the commandment of God is sin. ആമേൻ. Amen. ആ വചനത്തെ ലംഘിപ്പിക്കാൻ പിശാച് പഠിച്ച പണി 18 നോക്കി. Satan tried all his best, his maximum, to make him disobey the commandments of God. യേശു വചനം ലംഘിച്ചില്ല. But Jesus Christ did not disobey the commandments. ഹല്ലേലൂയ. Amen. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ ആദമിന്റെ വിഷ്ടം അതിഭയങ്കരമായിരുന്നു. So the wisdom of Adam was great. അതേ വിഷ്ടമാണ് നമ്മൾ യേശു ക്രിസ്തുവിൽ കാണുന്നത്, മനുഷ്യനായ യേശുവിൽ കാണുന്നത്. And the same wisdom is what we see in Jesus who was man. അങ്ങനെ കർത്താവ് സംസാരിക്കുമ്പോൾ അതിന് മുമ്പ് വേറൊരാളെ കാണിച്ചു തന്നു, അതിന് മുമ്പുള്ളൊരു മനുഷ്യനെ കാണിച്ചു തന്നു, ഒരു ജീവിയെ, ഒരു ആത്മജീവിയെ കാണിച്ചു. And when Jesus, when he was talking with me in these matters, he showed me another spiritual being who was before it. ലൂസിഫർ. He showed me Lucifer. എഹെസ്കേൽ പറയാണ്, നീ ജ്ഞാനപൂർണ്ണനായിരുന്നു. In Ezekiel we read of him that he was full of wisdom. ആമേൻ. Amen. ലൂസിഫർ എങ്ങനെയായിരുന്നു? ജ്ഞാനപൂർണ്ണനായിരുന്നു. Lucifer was full of wisdom. അത്ര ജ്ഞാനമുണ്ടായിട്ടും അവൻ പാപത്തിൽ വീണുപോയി. And though he had that much, he was in that fullness of wisdom, he fell away. ആദമിന് അത്ര ജ്ഞാനമുണ്ടായിട്ട് അവൻ വീണുപോയി പാപത്തിൽ. Adam had that much fullness of wisdom, but he also fell away. യേശു മനുഷ്യനായി ജീവിച്ചിട്ട് അവൻ പാപം ചെയ്തില്ല. Jesus lived as a man and he did not commit sin. അതേ വിശുദ്ധമാണ്, അതേ ജ്ഞാനമാണ് ക്രിസ്തുവിൽ ദൈവം നമുക്ക് തരുന്നത്. And the same wisdom is what God gives us in Christ. നമുക്ക് ജ്ഞാനം ആവശ്യമുണ്ട്. We are in need of wisdom. ഹല്ലേലൂയ. Hallelujah. ആദം പാപത്തിൽ വീണപ്പോൾ അവന്റെ ബുദ്ധി കെട്ടപ്പെട്ടു പോയി. When Adam fell into sin, his mind is under bondage. ആമേൻ. Amen. നമ്മുടെ മൈൻഡ്, ബുദ്ധി കെട്ടപ്പെട്ടെന്ന് അറിയാമോ ആർക്കെങ്കിലും? Is anyone realizing that our mind is under bondage? എത്ര വചനങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഈ ലോകത്തിന്റെ ദൈവം There are many നമ്മുടെ മനസ്സിനെ കുരുട്ടാക്കി വെച്ചിരിക്കുക. There are many scriptures we see that the ruler of this world has darkened our minds. എഫേഷ്യൻസ് 2 അനുസരണക്കേടിന്റെ മക്കളിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവ്. In Ephesians chapter 2 we see the scripture which says the spirit of darkness which works in sons of disobedience. ഇതെല്ലാം നമ്മുടെ അകത്തും ഉണ്ടായിരുന്നു. All these things were within us too. പക്ഷേ കൃപയാൽ ദൈവം നമ്മുടെ ബുദ്ധിയെ തുറന്നു. But by grace God has opened our minds. നമ്മുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ പ്രകാശിപ്പിച്ചു. And he has enlightened the eyes of our heart. നമ്മുടെ സത്യം ആ ജ്ഞാനം മാറി ഇടയാക്കി തീർത്തു. And he gave us the grace to recognize, to understand the wisdom of അതിന്റെ അർത്ഥം salvation. നമ്മുടെ ബുദ്ധി മുഴുവനും തുറന്നിട്ടില്ല. But it does not mean our mind has been fully opened. ആമേൻ. Amen. നമ്മുടെ ഇന്റലിജൻസ് അത്രയും തുറന്ന് ഇപ്പോഴും തുറന്ന് പൂർണ്ണമായി തുറന്നിട്ടില്ല. Still now our intelligence has not been fully opened. യേശുവിന്റെ ബുദ്ധിയെ പോലെ മനസ്സിനെ പോലെ നമ്മുടെ ബുദ്ധിയും മനസ്സുമായിട്ടില്ല. Our minds and our intelligence has not become like the mind of Jesus Christ. അതിലൂടെയാണ് പിശാച് തന്ത്രങ്ങളിലൂടെ നമ്മെ വീണ്ടും വീണ്ടും വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്. And this is, and in this way, through this problem, Satan works in us, influences us through his tricks. ഇവിടെയാണ് നമുക്ക് ദൈവത്തിന്റെ വചനം അധികമായി ആവശ്യമായിരിക്കുന്നത്. And here is where we need more and more greatly the word of God. 10-20 അധ്യായം വായിച്ചാൽ പോലും വല്ലതും അകത്തോട്ട് പോകുന്നുണ്ടോ? When you read and you finish reading 10 chapters, is anything entering our mind? ഇവിടെ 1 മണിക്കൂർ ഞാൻ ചങ്ക് പൊട്ടി പ്രസംഗിച്ചാൽ 4 വാക്ക് അകത്ത് പോകുന്നുണ്ടോ? If I stand here and preach for an hour, at least is there 4 words entering your heart?
എന്താ കാര്യം? What is the reason? കെട്ടപ്പെട്ടിരിക്കുക. Our minds are under bondage. നമ്മുടെ ബുദ്ധി തുറന്നിട്ടുണ്ട്, Our mind has been opened അല്പമൊക്കെ തുറന്നിട്ടുണ്ട്. in a little bit of way. പക്ഷേ വലിയൊരു തുറവി ക്രിസ്തുവിൻ്റെ വിശുദ്ധത്തിലേക്ക് നമ്മുടെ ബുദ്ധി പ്രവേശിക്കണം. But our mind has to enter into that wisdom of Jesus Christ. അല്ലെങ്കിൽ പിശാച തന്ത്രങ്ങളിലൂടെ നമ്മെ വീണ്ടും വീണ്ടും തോൽപ്പിച്ചുകൊണ്ടിരിക്കും. Or else Satan will continuously defeat us through his tricks. ആമേൻ. Amen. പൗലോസ് പറയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങൾ നാം അറിയാത്തവരല്ലല്ലോ. Here we see Apostle Paul saying Satan should not defeat us, for we are not lacking knowledge of his tricks. ആ തന്ത്രങ്ങൾ അറിയണം. We need to know his tricks. അറിയണമെങ്കിൽ നമ്മുടെ ബുദ്ധി തുറക്കണം. And if we need to know his tricks, our mind has to be opened. ബുദ്ധി തുറക്കണമെങ്കിൽ ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ ഓരോ ദിവസവും ആഴത്തിലേക്ക് ഇറങ്ങി തുടങ്ങണം. And if our minds has to be opened, we need to grow deeply and deeply into the word of God daily. നമ്മുടെ അകത്ത് വസിക്കുന്ന പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നടക്കാൻ തുടങ്ങണം. And we need to walk in the fellowship with the Spirit who is dwelling in us. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. യേശു പറയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ യാതൊന്നുമില്ല. Jesus said, the ruler of the world is coming and he has nothing in me. അങ്ങനത്തെ ഒരു നിലവാരത്തിലേക്ക് ദൈവം നമ്മളെ പണിതെടുത്തുകൊണ്ടിരിക്കുക. And God is building us up into that standard. വിശുദ്ധരും നിഷ്കളങ്കരുമായി നമ്മെ പണിതെടുത്തുകൊണ്ടിരിക്കുക. He's building us to become holy and without any blemish. വിശുദ്ധരും നിഷ്കളങ്കരുമാക്കിക്കൊണ്ടിരിക്കുക. He's making us holy and blameless. നമ്മുടെ ഹൃദയത്തെ ഒരു ശിശുവിന്റെ ഹൃദയം പോലെ മാറ്റിക്കൊണ്ടിരിക്കുക. He's turning our hearts into a heart of a child. ഒരു കുറവുമില്ലാത്ത, ഒരു അശുദ്ധിയുമില്ലാത്ത, പാപരഹിതമായ ഒരു സോൾ, ഒരു പ്രാണൻ നമുക്ക് തന്നുകൊണ്ടിരിക്കുക. He's building in us a soul which is sinless or blameless and innocent. ഈ യാക്കോബ് ലേഖനത്തിലെ 2 souls, ഈ രണ്ട് ദേഹി ഉള്ള ആൾക്കാരെ കുറിച്ച് പറയുന്നുണ്ട്. In the book of James, we see he's talking about people who have 2 souls. ആ ഇരുമനസ് നമ്മൾ അർത്ഥം ഗ്രഹിക്കത്തില്ല, അവിടെ ഇരുമനസ് പറയാഞ്ഞത്. If I ഇരുമനസ് say, നമ്മൾ വായിക്കുന്നത് അങ്ങനല്ല അതിൻ്റെ അർത്ഥം. we read double-minded, but we don't understand the meaning of that word. അതിൻ്റെ മൂലഭാഷയിൽ 2 souls, രണ്ട് ദേഹികളാണ് അവരുടെ അകത്തുള്ളത്. In its original language, we see it's written 2 souls in a man. ഇരുമനസ്സെന്ന് വായിക്കും. And we read it double-minded. ആമേൻ. നമുക്ക് എപ്പോഴും 2 മനസ്സുണ്ട്. At all times, we have 2 minds. ചിലപ്പോൾ നമ്മൾ ഭയങ്കര നിത്യതയുടെ വെളിപ്പാടുള്ള മനസ്സാണ്, ഭയങ്കര സ്വർഗ്ഗമാണ് നമ്മുടെ അകത്ത്, ഭയങ്കര വെളിപ്പാട്, നിത്യതയുടെ വെളിപ്പാട്. At times, we have the mind of which is filled with eternity, the revelations of eternity. And we feel heaven in us. അടുത്ത നിമിഷം ഈ ലോകത്തെ പിടിക്കാൻ തുടങ്ങും. And in the next moment, we go after this earth, after this world. ഒരു നല്ല ശുശ്രൂഷ ഇരിക്കുമ്പോൾ, നല്ല അഭിഷേകത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾക്ക് എന്താ ഭയങ്കര നിത്യതയുടെ വെളിപ്പാട്. When we are seated in a powerful anointed ministry, our heart is all about eternity. ഒരു മനസ്സാ. It's one mind. അടുത്ത മണിക്കൂർ അങ്ങോട്ട് പോകും, നമ്മൾ ഈ ലോകത്തിലേക്ക് പോകും. But the next hour we go back to the world. പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര വിശ്വാസത്തിന്റെ പ്രാർത്ഥന, മനസ്സങ്ങ് നിറഞ്ഞു, ഭയങ്കര വിശ്വാസമാണ്. When we are seated for prayer, our mind is full of hope and faith. അല്പം കഴിയുമ്പോൾ മനസ്സ് മറ്റൊന്നായി. But after some time, our mind changes. എന്താണോ പ്രാർത്ഥിച്ചത് നമുക്ക് അവിശ്വാസമായി. And for what we prayed, it became unbelief in us. നമുക്ക് സംശയമായി. It has become doubt in us. ഒരു പ്രവാചകൻ ശുശ്രൂഷിക്കുമ്പോൾ When a prophet ministers, ഭയങ്കര പ്രവചനം പറയും. he speaks great prophecies. ആ പ്രവചനം കഴിഞ്ഞു കഴിയുമ്പോൾ But after the prophecies, പിന്നെ അദ്ദേഹം പറയുന്നതെല്ലാം നമുക്ക് ചേരാൻ കഴിയാത്ത കാര്യമായിരിക്കും. but after the prophecies, what he might speak is something which we are not able to connect with. ഡബിൾ മൈൻഡ്. That is the double mind. രണ്ട് ദേഹി. 2 souls. അവൻ ദൈവത്തിങ്കൽ നിന്ന് ഒന്നും പ്രാപിക്കത്തില്ല. That person will not receive anything from the Lord. നിങ്ങളുടെ ബൈബിളിലെ വാക്യമുണ്ടോ? Is this scripture in your Bibles? നിങ്ങൾ നോക്കുക, പാസ്റ്റർ ജെയിംസ് ഉണ്ടല്ലോ, യാക്കോബ് ഉണ്ടോ? യാക്കോബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? വായിച്ച് കേൾപ്പിക്കാം. We can read from the book of James. ഞാൻ ഈ ദൈവാത്മാ തരുന്ന കാര്യങ്ങൾ മാത്രം പറയാൻ വേണ്ടി ശ്രമിക്കുകയാണ്.
ബുക്ക് ഓഫ് ജെയിംസ്, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയാണ്, 6-ാം വാക്യത്തിൽ, എന്നാൽ അവൻ ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോട് യാചിക്കണം. സംശയിക്കുന്നവൻ കാറ്റടിച്ച് അലയുന്ന കടൽ തിരയ്ക്ക് സമൻ. ഇങ്ങനെയുള്ള മനുഷ്യൻ കർത്താവിങ്കിൽ നിന്ന് വല്ലതും ലഭിക്കുമെന്ന് നിരൂപിക്കരുത്. ഇരുമനസ്സുള്ള മനുഷ്യൻ തൻ്റെ വഴികളിലൊക്കെയും അസ്ഥിരനാണ്. We are reading from the Epistle of James, chapter 1, verse 6 to 8. But let him ask in faith with no doubting, for he who doubts is like a wave of the sea, driven and tossed by the wind. For let not that man suppose that he will receive anything from the Lord. He is a double-minded man, unstable in all his ways. Amen. Amen. രണ്ട് മനസ്സ്. We see here double-minded. ഇവിടെയാണ് സാത്താൻ തന്ത്രം. Here is the tricks of Satan comes to play. ഇപ്പോഴും സാത്താന് നമ്മളെ ബാധിക്കാനല്ല, അതെ, ഇൻഫ്ലുവൻസ് ചെയ്യുവാൻ നമ്മുടെ അകത്ത് കുറേ കാര്യം കിടക്കുക. Till now there's reasons or there's possibilities in us where Satan can intervene or influence us. Amen. 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 നമ്മളുടെ മനസ്സ്, അതായത് ഒരു മനസ്സ് കർത്താവിന് വേണ്ടി ആത്മീയ കാര്യങ്ങൾ, വിശ്വാസം, വലിയ പ്രത്യാശ. പക്ഷെ മറ്റ് മനസ്സ് പഴയ മനുഷ്യൻ്റെ മനസ്സാണ്. So right now we have two minds. One mind for the Lord, great faith, full of hope and no doubts, but the other mind is for the world. അവൻ്റെ അവസ്ഥ ഉണ്ടോ? കടൽ തിരയ്ക്ക് സമന. Such a man, his condition is like a wave of the sea. നമുക്ക് കടലെല്ലാവർക്കും, തിരമാല എല്ലാവർക്കും അറിയാം. We all know about the waves. ഭയങ്കര ആവശ്യത്തോടെ അടിച്ചിങ്ങോട്ട് കയറി വരും. They roll into the shore with great force. ഭയങ്കര പൊങ്ങി അങ്ങ് വരും. They rise up greatly. നേരെ താഴെ വീഴും. And they plunge down as deep. പുറകോട്ട് അങ്ങ് പോകും. പിന്നെ കാണത്തില്ല, 30 ദിവസം കാണത്തില്ല. And they തിരമാല മടങ്ങി വരും. നമ്മളെ കുറിച്ച് പറയും. ഭയങ്കര ആവേശമാണ്. We are so enthusiastic. ഭയങ്കര പ്രാർത്ഥനയാ. We are full of prayer. ഭയങ്കര തീരുമാനമാണ്. We have great decisions. അന്യഭാഷയൊക്കെ കടിച്ചാൽ പൊട്ടാത്ത അന്യഭാഷയൊക്കെ പറഞ്ഞു കളയും. And we speak great tongues. ഭയങ്കര ഡിസിഷനൊക്കെ എടുത്ത് കളയും. And we make many decisions. ഇങ്ങനെ ചിതറി അങ്ങ് പൊങ്ങി അങ്ങ് വരും. And we are like the rising of the waves. അടുത്ത മിനിറ്റ് താഴെ കിടന്നു പോയി. But the next minute we drop down. പിന്നെ പുറകോട്ട് അങ്ങ് പോവുക. And then we backslide. പിന്നെ അടുത്ത കാറ്റടിക്കുമ്പോൾ തിരിച്ചു വരും പുള്ളി. അടുത്ത കാറ്റടിക്കുമ്പോൾ തിരിച്ചു വരും. And with the next wind he comes back. നമ്മളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. It is talking about us. Amen. Amen. ഇവിടെയാണ് സാത്താന്റെ തന്ത്രം. Here the tricks of Satan comes to play. പരിശുദ്ധ ആത്മാവ് നമ്മുടെ ആത്മാവിൽ വസിച്ചുകൊണ്ട് നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും പൂർണ്ണമായി കൈവശപ്പെടുത്തുവാൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. The Holy Spirit is working in us so that he may bring us our soul into complete submission under his reign. Hallelujah. Hallelujah. പിശാചിന് ഒരു പോയിന്റ് പോലും ഇടം കിട്ടാത്ത നിലയിൽ നമ്മുടെ ബുദ്ധിയെയും മനസ്സിനെയും പരിശുദ്ധാത്മാവ് കൈവശപ്പെടുത്താൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. The Holy Spirit is desiring to have all our minds so that Satan will not have even one point to intervene in us. നമ്മൾ നമ്മെ തന്നെ സമർപ്പിച്ചു കൊടുക്കണം. We need to submit ourselves. ഓരോ ദിവസവും, every single day, ഓരോ മണിക്കൂറും, in every hour, ഓരോ മിനിറ്റുകളും, in every minute, ഓരോ സെക്കൻഡുകളും in every second. നമ്മൾ ബോധപൂർവം നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കണം. We need to deliberately submit and give our mind and hearts to the അവൻ hands of നമ്മുടെ Holy ബുദ്ധിയെ Spirit. സൗഖ്യമാക്കിക്കൊണ്ടിരിക്കും. He is healing our mind. നമ്മുടെ ചിന്തകളെ പിടിച്ചടക്കാനുള്ള കൃപ തന്നുകൊണ്ടിരിക്കും. And he will give us the grace to captivate our thoughts. നമ്മുടെ അകത്ത് വലിയ യുദ്ധമുണ്ട്. There is a great battle in us. രണ്ട് തരം ആത്മയുദ്ധങ്ങളുണ്ട്. There's two kinds of spiritual warfare. നമ്മളെല്ലാവരും ഈ രണ്ട് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ്. And we all are engaged in these two battles. നിങ്ങൾക്ക് അറിയാമെങ്കിലും അറിയത്തില്ലെങ്കിലും നിങ്ങൾ രണ്ട് തരം ആത്മയുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുക. With or without your knowledge, you are engaged in two kinds of spiritual battles. നിങ്ങൾ ദൈവരാജ്യത്തിൽ വന്ന ആ നിമിഷം തുടങ്ങി യുദ്ധം ആരംഭിച്ചു.
From the moment you have entered into the kingdom of God, the battle has begun. നിങ്ങൾക്ക് അതിൻ്റെ അറിവുണ്ടെങ്കിലും അറിവില്ലെങ്കിലും നിങ്ങൾ യുദ്ധത്തിലാണ്. With or without your knowledge, you are in this battle. ഇതിൻ്റെ അറിവ് പ്രാപിച്ചാൽ നിങ്ങൾക്ക് വേഗം ജയിച്ച് പുറത്തു വരാം. And the sooner you gain the revelation of this, you can come out of it. അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ ജീവിതം എന്നും പരാജയമായിരിക്കും. Or else you will only have defeat in your spiritual ഏത് life. പാസ്റ്റർ പ്രാർത്ഥിച്ചാലും, No matter which pastor prays for you, ഏത് പ്രവാചകൻ തല കൈവച്ചാലും, no matter the prophet who lays his hand upon you, നിങ്ങൾ വിടുവിക്കപ്പെടത്തില്ല. you will not be delivered. താൽക്കാലികമായി വിടുവിക്കപ്പെടും. Only for a short time you will see that deliverance. നിങ്ങളുടെ അകത്തുള്ള ഈ രണ്ട് തരത്തിലുള്ള ആത്മയുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുന്നത് വരെ നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കും. Till you have the victory in these two kind of battles, you will only have defeat in your life. ആത്മജീവിതത്തിൽ മാത്രമല്ല, നിങ്ങളുടെ സമ്പൂർണമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ബിസിനസ്സിൽ, ജോലിയിൽ, സമസ്ത മേഖലയിലും പരാജയം വന്നിരിക്കും. Not only in your spiritual life, but you will see that defeat in all areas of your life, in your marriage, in your family, and in your finances. അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തി മടങ്ങി പഴയ ലോകത്ത് പോകണം. So either you stop this and you go back to your old life. ഇവിടെ നിന്ന യുദ്ധമാണ്. If you stand here, you will have the war. ആമേൻ. Amen. ദൈവം അങ്ങനെ കാര്യം വെച്ചിരിക്കുന്നത്. This is the way of God. ആ ദൈവത്തിന്റെ വലിയ ജ്ഞാനത്തിൽപ്പെട്ട കാര്യങ്ങൾ അതൊക്കെ. And all these things are contained in the great wisdom of God. നാം യുദ്ധത്തിലാണ്. We are in a battle. രണ്ട് തരത്തിൽ യുദ്ധമുണ്ട്. And there's two kinds of battle. ഒന്ന് അകമയുള്ള യുദ്ധവും രണ്ട് പുറമേയുള്ള യുദ്ധവും. There is one which is internal and the other is external warfare. ഇന്ന് ആത്മീയ ലോകം പൊതുവെ ചിന്തിക്കുന്നത് പുറത്തുള്ള യുദ്ധത്തെക്കുറിച്ചാണ്. The majority of the spiritual world of present thinks only mostly of the external warfare. ഞാനിപ്പോൾ പുറത്തെ യുദ്ധത്തെക്കുറിച്ച് പറയാൻ വേണ്ടി പോവുകയല്ല. But I'm not going to talk about that. എന്നാൽ അകമ ഒരു യുദ്ധമുണ്ട്. But there is an internal warfare. അത് നിങ്ങൾ തനിച്ചല്ല ചെയ്യുന്നത്. And you are not alone in this. പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് യുദ്ധം ചെയ്യുന്നത്. You are fighting in the power of the Holy Spirit. ചുരുക്കത്തിൽ പറഞ്ഞാൽ യുദ്ധം പരിശുദ്ധാത്മാവിനുള്ളതാണ്. To say in a short way, the battle belongs to the Holy Spirit. യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. The battle belongs to the Lord. അത് പുറമേയുള്ള യുദ്ധമാണെങ്കിലും അകമേയുള്ള യുദ്ധമാണെങ്കിലും യുദ്ധം യഹോവയ്ക്കുള്ളതാണ്. Be it a battle, the external warfare or the internal warfare, it belongs to the Lord. പക്ഷെ നമ്മുടെ അകത്ത് ആ യുദ്ധത്തിൽ നമ്മൾ ജയിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളെ തിരിച്ചറിയണം. But if we have to gain the victory in these battles, we need to recognize the working of the Holy Spirit. പരിശുദ്ധാത്മാവിന് നമ്മുടെ ബുദ്ധി ഓരോ നിമിഷവും സമർപ്പിച്ചു കൊടുക്കണം. We need to submit our mind in every minute, our intelligence to the Holy Spirit. പരിശുദ്ധാത്മാവിന് നമ്മുടെ മനസ്സ്, നമ്മുടെ തോട്ട് പ്രോസസ്സ് ഓരോ നിമിഷവും സമർപ്പിച്ചു കൊടുക്കണം. And we also need to submit all our thought processes into the hands of God. നമ്മുടെ ഹൃദയത്തിന്റെ സകല വികാരങ്ങളെയും അവന് ഓരോ നിമിഷവും സമർപ്പിച്ചു കൊടുക്കണം. We need to submit all the emotions of our heart to the Holy Spirit. നമ്മുടെ സോളിന്റെ, നമ്മുടെ സ്വയത്തിന്റെ ഓരോ തീരുമാനങ്ങളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കണം. We need to submit all our decisions to the Holy Spirit. നമ്മുടെ ഓരോ വാക്കുകളെയും പരിശുദ്ധാത്മാവിന് സമർപ്പിച്ചു കൊടുക്കണം. All our words we need to submit to the Holy Spirit. നമ്മുടെ ഓരോ ആക്ഷൻസ്, നമ്മുടെ ഓരോ പ്രവർത്തികളും ആത്മാവിന് സമർപ്പിച്ചു കൊടുക്കണം. All our actions, all our deeds we need to submit into the hands of Holy Spirit. ഇതൊക്കെ പറഞ്ഞാലും നമുക്ക് അങ്ങനെ ആകാൻ വലിയ പ്രയാസമാണ്. And though we speak this, it is very difficult for us to do it. നമ്മൾ സ്വന്തം വഴിക്ക് ജീവിക്കാൻ തുടങ്ങും. And we begin to live in our own സ്വന്തം ways. ഇഷ്ടങ്ങൾ ചെയ്യാൻ We തുടങ്ങും. do our own will. സ്വന്തം ചിന്തയ്ക്കൊത്ത് പ്രവർത്തിക്കാൻ തുടങ്ങും. And we work according to our own thoughts. അവിടെ എല്ലാം പരാജയം ഉണ്ടാകും. And we will see defeat in all these ആ ways. പരാജയം കണ്ടതുകൊണ്ടൊന്നും പരിശുദ്ധ ആത്മാവ് നിങ്ങൾ വിട്ടുപോകത്തില്ല. But the Holy Spirit will not leave you because of your defeat. അവൻ വന്നത് നിങ്ങളെ സമ്പൂർണ്ണമായി നേടാൻ വേണ്ടിയാണ്. He came to gain you completely, to save you completely. അവൻ നിങ്ങളുടെ ആത്മാവിൽ ഇറങ്ങി വന്നത് നിങ്ങളെ സമ്പൂർണ്ണമായി വീണ്ടെടുക്കാൻ വേണ്ടിയാണ്. He came in and living in your soul so that he may redeem you completely. അവൻ നിങ്ങളുടെ ആത്മാവിൽ താമസമാക്കിയത് നിങ്ങളുടെ പ്രാണനെയും ശരീരത്തെയും ആത്മാവിനെയും സമ്പൂർണ്ണമായി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ്. He made his home in your spirit so that he may completely sanctify your spirit, soul and body. അവസാനം നിങ്ങൾ നിഷ്കളങ്കന്മാരായി കുറ്റമില്ലാത്തവരായി തേജസ്സോടെ പിതാവിന്റെ മുമ്പിൽ നിർത്താൻ വേണ്ടിയാ. He came so that he may make you stand before the Father without blemish
blameless and in holiness. അവൻ തളർന്നു പോകത്തില്ല, അവൻ ക്ഷീണിച്ചു പോകത്തില്ല, He will not grow tired, he will not be defeated, അവൻ പിൻവാങ്ങി പോകത്തില്ല. and he will not abandon you. നമ്മൾ സമർപ്പിച്ചു കൊടുത്താൽ മാത്രം മതി. The only need is that we submit ourselves. യുദ്ധം അവൻ ചെയ്യും. He will fight the battle. ആമേൻ. Amen. അവൻ അകത്ത് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുക. He will fight the battle in you. പുറത്തുനിന്ന് പിശാച് നമ്മുടെ എല്ലാ ചിന്തകളെയും ബുദ്ധിയെയും കൈവശപ്പെടുത്താൻ ശ്രമിക്കുക. From the outside, Satan is trying to captivate all our mind and all our thoughts. പിശാചിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം അവൻ നമ്മെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുക. And he is tempting us so that we may do his will. കാരണം അവന്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ അകത്ത് കിടപ്പുണ്ട്. Why? Is because his products remain in us. ഉദാഹരണം, ലസ്റ്റ്, മോഹങ്ങൾ, ദുർമോഹങ്ങൾ, ഏത് മോഹമാകട്ടെ അത് നമ്മുടെ അകത്തുണ്ടെങ്കിൽ അത് പിശാചിൻ്റെ ഒരു ഹൈഡിങ് പ്ലേസ് ആണ്, കോട്ടയാണ്. അതിലൂടെ അവൻ നമ്മളെ സ്വാധീനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. For example, if lust remains in whatever kind it is, Satan, it is a hiding place. It is a stronghold for Satan to influence us and to work through us. നമുക്ക് മോഹമുണ്ടാകും, And we might have lust. മോഹം ഗർഭം ധരിക്കും. And we might give birth to lust. Lust may give birth in us. അത് പാപത്തെ പ്രസവിക്കും. It will give birth to sin. അതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. All these things happens in our life. പരിശുദ്ധാത്മാവ് വെയിറ്റ് ചെയ്യാണ് നമ്മുടെ ആ മോഹത്തെ ഒന്ന് സമർപ്പിച്ചു കൊടുക്കാൻ. But the Holy Spirit is waiting so that we might submit this lust into his hands. അവൻ നമുക്കൊരു യുദ്ധം ചെയ്യും. And he will wage the battle for us. ഹല്ലേലൂയ. Amen. അവൻ നമ്മെ ജയാളിയാക്കും. He will make us victorious. ഹല്ലേലൂയ. Hallelujah. ഇന്റേണൽ വാർഫെയറിൽ ജയിക്കാത്തവന് എക്സ്റ്റേണൽ വാർഫെയർ ഒന്നും നേടാൻ പറ്റത്തില്ല. The one who cannot gain the victory in the internal warfare, he will not gain anything from the external one. ആമേൻ. Hallelujah. അകത്ത് നടക്കുന്ന യുദ്ധത്തിൽ ജയിക്കാത്തവന് പുറമേയുള്ള യുദ്ധത്തിൽ ഒന്നും നേടാൻ കഴിയത്തില്ല. The one who cannot overcome the internal warfare, he cannot gain anything from the external warfare. ഞാൻ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു വാക്യം വായിച്ച് ചില കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കും. I would like to read a scripture and within few minutes we conclude. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെ യൂട്യൂബിലുണ്ട്. നിങ്ങൾ വീണ്ടും വീണ്ടും ദയവായി കേൾക്കണമേ. These preachings we have in these days, they are in YouTube. Please listen to them repeatedly. നിങ്ങൾ കേൾക്കുന്നതിൻ്റെ വില പലപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ല. We might not understand the value of our listening to the word. ഒരു ദേവാസൻ എന്നെ കഴിഞ്ഞ ചില മാസങ്ങൾ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. There is a man of God who's been contacting me for past several months. അദ്ദേഹം മറ്റൊരു രാജ്യത്തിൽ ജീവിക്കുന്ന ആളാണ്. And he lives abroad. അദ്ദേഹം ഇരുന്ന് നമ്മുടെ ഒരു 1500ഓളം 1500 മെസ്സേജുകൾ നമ്മുടെ യൂട്യൂബിൽ കാണും. And there's about 1500 videos, messages in our YouTube channel. മുഴുവനും പുള്ളിരുന്ന് കേട്ടു. And he sat down and listened to every one of them. അത് കഴിഞ്ഞ മാസം എനിക്കൊരു 10,000 രൂപ അയച്ചു തന്നു. And the last month he sowed 10,000 to me. പൈസ കാര്യം പറഞ്ഞു വരികയില്ല ഞാൻ. I'm not coming to talk about the money. അദ്ദേഹം ആ മെസ്സേജുകളെല്ലാം കേൾക്കുക. What I'm saying is that he listened to all the messages. ഓരോ ആഴ്ചയും പുള്ളി എനിക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയക്കും, പാസ്റ്റർ ഈ ആഴ്ചയിലെ മെസ്സേജ് എന്നെ ഭയങ്കരമായിട്ട് പിടിപ്പിച്ചു. And every week he texts me saying the message of this week has greatly delivered me. നിങ്ങൾ പറയുന്ന മെസ്സേജുകൾ ആരും ഇന്ന് പറയുന്നില്ല. There's no one else who speaks such things as you speak. ഞങ്ങൾ ഭയങ്കര വിടുവിക്കപ്പെട്ടു. I feel I have great deliverance. ഞാൻ ഈ സാക്ഷ്യം പറഞ്ഞത് നമ്മുടെ അകത്തൊരു എരിവ് വരാൻ വേണ്ടിയാണ്. I am sharing this testimony with you so that we will have a zeal in us. നമ്മൾ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ എങ്ങനെ പണിതെടുക്കാൻ ആഗ്രഹിക്കുന്നുവോ ആ അളവിലേക്ക് നമ്മൾ പണിയപ്പെടാൻ നമുക്ക് വിസ്ഡം വേണം, ജ്ഞാനം വേണം. We need the wisdom to understand the ways the Holy Spirit is trying to build us up. ദയവായിട്ട് ഈ വചനം വീണ്ടും വീണ്ടും കേട്ടാട്ടെ. So please listen repeatedly these messages. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം. We are going to read from 2 Corinthians 10-ാം അധ്യായം. chapter 10. അതിൻ്റെ 3-ാം വാക്യം തുടങ്ങി എക്സ്റ്റേണൽ വാർ, പുറമെയുള്ള ആത്മയുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. From verse 3, it is talking about the external war. സാധാരണ വായനയിൽ തോന്നും നമ്മുടെ അകത്ത് നടക്കുന്ന യുദ്ധമായിട്ടാണ്. അല്ല. In a casual reading, we will think it is talking about the internal war, but it is not talking about that. എന്താണ് എക്സ്റ്റേണൽ വാർഫെയർ? എന്താണ് പുറമെയുള്ള യുദ്ധം? What is the external warfare? അത്
സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നടക്കുന്നതാണ് പുറമെയുള്ള യുദ്ധം. The external warfare is concerning the preaching of the gospel. Amen. Amen. ഹല്ലേലൂയ. Hallelujah. നാം സുവിശേഷം പ്രസംഗിക്കുമ്പോൾ പിശാചിന്റെ രാജ്യത്തെ തകർക്കുകയാണ്. When we are preaching the gospel, we are destroying the kingdom of Satan. Amen. Hallelujah. പിശാചിന്റെ രാജ്യം എവിടെയാ? Where is the kingdom of Satan? വഴിവക്കിലും പറമ്പിലും തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നുമല്ല അവൻ്റെ രാജ്യം. It's not in the physical world. അവിടെയൊക്കെ സാത്താനുണ്ട്. Satan is there. പല തീർത്ഥാടന പിൽഗ്രീം പ്ലേസസിൽ അവനുണ്ട്. He is in the pilgrim places. അവനെ ആരാധിക്കുന്ന ഒത്തിരി ഇടങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളുമുണ്ട്. And around us we see a lot of places which worship him. പക്ഷെ അവിടെ അല്ല യഥാർത്ഥമായ യുദ്ധം നടക്കുന്നത്. But the real war is not happening in those areas. പിശാചിന്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ലോകത്തിലെ മനുഷ്യന്റെ ഹൃദയങ്ങളിലാണ്. The kingdom of Satan has been established in the hearts of the people of this world. എഫേഷ്യൻസ് 2-ാം അധ്യായം. We read that from Ephesians chapter 2. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന്റെ അധിപതിയായവനെ നിങ്ങൾ അനുസരിച്ച് നടന്നു. വായിച്ചു. We can read from book of Ephesians chapter 2. നമ്മൾ ആ വാക്യം വായിച്ചേക്കാം. 2-ാം വാക്യം. Chapter 2 verse 2. Yeah. In which you once walked according to the course of this world, according to the prince of the power of the air, the spirit who now works in the sons of disobedience. അനുസരണക്കേടിന്റെ മക്കൾ എന്താ അർത്ഥം? What is the meaning of sons of disobedience? ദൈവത്തിന്റെ സുവിശേഷം അനുസരിക്കാത്തവരെ കുറിച്ചാണ് അനുസരണക്കേടിന്റെ മക്കൾ എന്ന് പുസ്തകത്തിൽ പലയിടത്ത് പറഞ്ഞിരിക്കുന്നത്, അല്ലെ കൃത്യം പറഞ്ഞിരിക്കുന്നത്. The term sons of disobedience we see throughout the scripture is talking about the people who are not obedient to the gospel of God. അവരെങ്ങനെ അനുസരണക്കേടിന്റെ മക്കളായത്? And how did they become the sons of disobedience? അവരിൽ വ്യാപരിക്കുന്ന ഒരു ആത്മാവുണ്ട്. There is a spirit that works in them. ആ ആത്മാവിന് അധിപതിയുണ്ട്. And there is the spirit has a lord, as a ruler. അയാളുടെ പേരാണ് സാത്താൻ. And his name is Satan. ആമേൻ. Amen. ആ സാത്താന്റെ ആത്മാക്കൾ ഓരോ വ്യക്തിയിലും വ്യാപരിക്കുന്നുണ്ട്. So the spirits of Satan is working in each one of them. ആമേൻ. അതങ്ങ് വെളിപ്പെടുത്തൊന്നുമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പുള്ളി വെളിപ്പെട്ടൊന്നും അവിടെ ഇരിക്കുമ്പോൾ അവിടെ അങ്ങ് ഇരിക്കുക, പുള്ളി കൂടിയിരിക്കുക. They will not manifest though you pray. They are just nesting in them. സുവിശേഷം അനുസരിക്കാത്ത സകല വ്യക്തികളിലും ഈ ഒരു ആത്മാവുണ്ട്. In all men who are not believing or obedient to the gospel, the spirit dwells within them. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ പുള്ളി അളകത്തിൽ അവിടെ അങ്ങ് ഇരിക്കത്തേ ഉള്ളൂ പുള്ളി. When you pray for them, he will not manifest. ആ ആത്മാവിന് അധിപതിയുണ്ട്. And that spirit has a ruler. ആ ആത്മാവിനെ നമ്മളെല്ലാം, ആ അധിപതിയെ നമ്മളെല്ലാം അനുസരിച്ച് നടക്കുകയായിരുന്നു. And once in our past days we were walking in accordance with that ruler. അത് 2 കൊരിന്ത്യർ ലേഖനത്തിൽ വേറെ പറഞ്ഞിട്ടുണ്ട്. And we also see such terms in 2 Corinthians 4-ാം അധ്യായം in chapter 4. അതിന്റെ 4-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. 2 Corinthians chapter 4 verse 4, whose minds the God of this age has blinded. ആമേൻ. Amen. അപ്പോൾ ഈ ലോകത്തിലെ മനുഷ്യന്റെ മനസ്സിനെ അന്ധത പിടിപ്പിക്കുന്ന ഒരു ആത്മാവുണ്ട്. So there is a spirit who blinds the hearts of the men of this world. ലക്ഷ്യം എന്താ? What is the goal of this? ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം അവരുടെ ഹൃദയത്തിൽ ശോഭിക്കാതിരിക്കാൻ വേണ്ടിയാ. Lest the light of the gospel of the glory of Christ, who is the image of God, should shine on them. സുവിശേഷം അവരകത്ത് വരാതിരിക്കണം. The gospel should not shine in ആ them. തേജസ്സുള്ള സുവിശേഷമാ. The glorious gospel. അത് അവരുടെ അകത്ത് പ്രകാശിക്കരുത്. It should not be enlightened in them. അതിന് അനുസരണക്കേടിന്റെ ആത്മാവ് ഈ ഹൃദയങ്ങളെ കുരുടാക്കി വെച്ചിരിക്കുക. And for this purpose the spirit of darkness is blinded their hearts. ആമേൻ. അപ്പോൾ പിശാചിന്റെ രാജ്യം എവിടെയാ? So where is the kingdom of Satan? അവൻ്റെ ഗവൺമെൻറ്, രാജ്യം മീൻസ് ഗവൺമെൻ്റ് ആണ്, അവൻ്റെ ഭരണമാണ്, അതൊരു വ്യക്തിക്കകത്താണ്.
So the kingdom of Satan, his government, it is in a person. അതെങ്ങനെ ഇടിച്ചു കളയുന്നത്? And how do we break it down? സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ്. It is through the preaching of the gospel. ദൈവരാജ്യത്തിന്റെ സുവിശേഷം പറയണം. We need to preach the gospel of the kingdom of God. എന്താ ദൈവരാജ്യ സുവിശേഷം? What is the gospel of the kingdom of God? ദൈവത്തിന്റെ ഗവൺമെന്റ്, ദൈവത്തിന്റെ ഭരണം. മനുഷ്യ, നിന്നിൽ ദൈവത്തിന്റെ ഭരണം വരണമെന്ന് പറയണം. ദൈവത്തിന്റെ രാജ്യത്തെ കുറിച്ച് പറയണം. We need to speak of the kingdom of God. We need to say that you need the kingdom of God in you. യേശുവിന്റെ നാമത്തിലുള്ള സുവിശേഷം പറയണം. We need to share the gospel in the name of Jesus Christ. നിത്യജീവന്റെ സുവിശേഷം പറയണം. We need to speak of the gospel of eternal life. നിത്യരാജ്യത്തിന്റെ സുവിശേഷം പറയണം. We need to preach the gospel of the eternal kingdom of God. നിത്യരക്ഷയുടെ സുവിശേഷം പറയണം. We need to preach the gospel of the eternal salvation. യേശുക്രിസ്തു വഴിയുള്ള വീണ്ടെടുപ്പ്, ക്രൂശ് വഴിയുള്ള രക്തം വഴിയുള്ള വീണ്ടെടുപ്പിനെ കുറിച്ച് പറയണം. We need to speak the gospel of the redemption through the body, through the cross and the death of Jesus Christ. വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് പറയണം. We need to talk about the gospel of salvation of faith. അത് പ്രസംഗിക്കുമ്പോൾ When we preach them, അവന്റെ അകത്തിരിക്കുന്ന പിശാചിന്റെ രാജ്യം തകരും. the kingdom of God in that person will be destroyed. അവന്റെ അകത്ത് ദൈവരാജ്യം സ്ഥാപിക്കും. And the kingdom of God will be established. ഇത് എക്സ്റ്റേണൽ വാർഫെയർ. This is the external warfare. മനസ്സിലാകുമോ? Are we understanding this? താഴോട്ട് വായിക്കുകയാണ്. Now we continue reading 4-ാം വാക്യം തുടങ്ങി. from verse 4. 2 കൊരിന്ത്യർ 10-ാം അധ്യായം 4-ാം വാക്യം തുടങ്ങി. We are in 2 Corinthians chapter 10 verse 4. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡികങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. For the weapons of our warfare are not carnal, but mighty in God for pulling down strongholds. യുദ്ധത്തെക്കുറിച്ച് പറയാ. It is talking about warfare. ഞങ്ങളുടെ യുദ്ധം എന്താ? കോട്ടകളെ ഇടിക്കുന്ന യുദ്ധമാണ്. What is our warfare? The warfare of breaking down strongholds. അതിന് ഞങ്ങൾക്ക് വലിയ ശക്തിയുള്ള ആയുധമുണ്ട്. And we have strong weapons for that. 5-ാം വാക്യം. Verse 5. അവയാൽ ഈ ആയുധങ്ങൾ ഉപയോഗിച്ച് With these tools, with these weapons, ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞു, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. casting down arguments and every high thing that exalts itself against the knowledge of God, bringing every thought into captivity to the obedience of Christ. ഞങ്ങളിൽ ആയുധമുണ്ട്. So we have in our hands there's weapons. ആയുധം സുവിശേഷമാണ്. And the weapon is the gospel. ആയുധം ഉപയോഗിച്ചാൽ കോട്ടകൾ ഇടിക്കുക. And with by using this weapon we are breaking down the strongholds. എന്താണ് കോട്ടകൾ? What are the strongholds? സങ്കല്പങ്ങൾ. It is the arguments, imaginations. Amen. ഓരോ മനുഷ്യന്റെ അകത്ത് ഒത്തിരി സങ്കല്പങ്ങളാ. In each of us there's lot of imaginations. ദൈവത്തിന്റെ ജ്ഞാനത്തിനെതിരെയുള്ള സങ്കല്പങ്ങളാ. And these imaginations are against the wisdom of God. ഓരോ മനുഷ്യന്റെ അകത്തും ജ്ഞാനമുണ്ട്. And secondly, there is knowledge or wisdom in man. അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഉയർച്ചകളാ. And these are the high things which rise against the knowledge of God. ഓരോ മനുഷ്യനകത്ത് ഉയർച്ചകൾ, ഹൈ തിങ് ഉണ്ട്. In every man there is high things. എന്താണ് ആ ഉയർച്ച? What are these high things? അത് എങ്ങനെ കണ്ടുപിടിക്കാം? And how do we find them? അത് ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായതാ. These are against the wisdom and knowledge of God. അപ്പോൾ ദൈവത്തിന്റെ പരിജ്ഞാനത്തിനെതിരായ എന്തോ ഒരു ഹൈ തിങ്, ഒരു ഉയർച്ച ഓരോ മനുഷ്യന്റെ ബുദ്ധിക്ക് അതിരിപ്പുണ്ട്. So there is some high things in all the hearts of man which is against the knowledge of God. അതെന്തായിരിക്കും? What will those things be? മനുഷ്യന്റെ ജ്ഞാനമാണ്. They are the wisdom of man. ആമേൻ. ലോകത്തിൽ മനുഷ്യന് ഭയങ്കര ജ്ഞാനമുണ്ട്. In the world man has great wisdom. ആ ജ്ഞാനമെല്ലാം ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായതാണ്. But all this wisdom is against the knowledge of God. അവയാണ് ഇടിച്ചു കളയുക. And we are breaking them down. ഇപ്പോൾ ഒരു മനുഷ്യന്റെ അകത്തിരിക്കുന്ന സങ്കല്പങ്ങൾ അല്ലെങ്കിൽ വാദങ്ങൾ, ആർഗ്യുമെന്റ്സ്, ദൈവികമല്ലാത്ത ജ്ഞാനം, ഇതിനെ എങ്ങനെ ഇടിച്ചു കളയുന്നത്? So how do we break the strongholds of the arguments and imaginations in the hearts of man? ദൈവത്തിന്റെ സത്യവചനം പറയുമ്പോഴാണ്. It is by speaking the true word of God. സുവിശേഷം പ്രസംഗിക്കുമ്പോഴാണ്. It is through the preaching of the gospel. ഓരോ മനുഷ്യന്റെ ഹൃദയത്തെ സാത്താൻ ബാധിച്ചിരിക്കുക.
Satan has bound the hearts of man. ലോകപരമായ ജ്ഞാനം കൊണ്ട് നിറച്ചിരിക്കുക. He has filled their minds with the worldly knowledge. ലോകം തന്റെ ജ്ഞാനത്തിൽ ദൈവത്തെ അറിയുന്നില്ല. And the world with his wisdom is not knowing God. ലോകത്തിന്റെ ഫിലോസഫികളെല്ലാം തന്നെ ദൈവത്തിന്റെ വിശുദ്ധത്തിനെതിരാണ്. All the philosophies of this world is against the knowledge of God. Amen. Amen. പോൾ പറയാണ്, ഞങ്ങളുടെ ഇരിക്കുന്ന ആയുധം കൊണ്ട് ഈ മനുഷ്യന്റെ അകത്തിരിക്കുന്ന കോട്ടകൾ ഇടിക്കുക. Paul here is saying that with this weapon in our hands, we are destroying all the strongholds of the enemy. Amen. എന്നിട്ട് എല്ലാ വിചാരത്തെയും പിടിച്ചടക്കുക. He's saying we are captivating every thought. ഓരോ മനുഷ്യന്റെ അകത്തുള്ള വിചാരങ്ങൾ ക്രിസ്തുവിനെതിരായിട്ടുള്ള വിചാരങ്ങളാണ്. In all the thoughts or in man is against Christ. ഓരോ മനുഷ്യന്റെ അകത്തുള്ള വിചാരങ്ങൾ, എവറി തോട്ട്, എല്ലാ മനുഷ്യന്റെ അകത്തുള്ള വിചാരങ്ങൾ ദൈവത്തിന് വിരോധമായിട്ടുള്ള വിചാരങ്ങളാണ്. Every thought in all of mankind is against Christ. നീ എന്നെ നോക്കിയേ, Now look at me. നമ്മുടെ മനസ്സ് നോക്കിയേ. Look at into our own minds. ഒരു മണിക്കൂറിൽ വരുന്ന ചിന്തകൾ ബഹുഭൂരിപക്ഷവും നമ്മൾ പഠിച്ചിരിക്കുന്ന പ്രാപിച്ചിരിക്കുന്ന ആത്മീയ സത്യത്തിനെതിരല്ലേ? Within 1 hour, majority of the thoughts which enter our minds is not against all the truths and principles we have learned from the Word of God. അപ്പോൾ ദൈവത്തെ അറിയാത്തവരുടെ മനസ്സ് എന്തായിരിക്കും? Then just imagine the state of the hearts of people who have not known God. എടാ മോനെ, നമ്മുടെ അവസ്ഥ നമുക്കറിയാം. We know our state. ഭയങ്കര ആത്മീയരാ. We are spiritual people. 24/7 പ്രാർത്ഥനയിലാ. And we are 24/7 in ഭയങ്കര prayer. വചനധ്യാനമാ. We are meditating the scriptures. അതിന്റെ ഗ്യാപ്പിൽ കയറി വരുന്ന ചിന്തയൊക്കെ എന്തൊക്കെയായിരിക്കും? But what are the thoughts entering us in between the gaps? നമുക്കറിയാം. We know them. അപ്പോൾ ലോകത്തിന്റെ മനുഷ്യന്റെ ചിന്തയെല്ലാം എന്താണ്? So what are the thoughts of the man of the ദൈവത്തിന്റെ world? ജ്ഞാനത്തിന് വിരോധമാണ്. They are against the knowledge of God. സുവിശേഷത്തിന് വിരോധമാണ്. They are against the gospel. അതിനെ ഞങ്ങൾ ഇടിച്ചു കളയുന്നു. Here we see we are breaking it down. അവരുടെ എല്ലാ വിചാരങ്ങളെയും പിടിച്ചടക്കുന്നു. And we are captivating their thoughts. എന്തിനാ? ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി അവരുടെ സകല ചിന്തകളെയും പിടിച്ചടക്കുന്നു. We are bringing every thought into captivity to the obedience of Christ. പൗലൂസിനോ എനിക്കോ വേറൊരു വ്യക്തിയുടെ അകത്തിരിക്കുന്ന ചിന്തകളെ എങ്ങനെ പിടിച്ചടക്കാൻ പറ്റും? Be it Paul or me, how can we captivate the thoughts of another man? വചനത്തിന്റെ പ്രസംഗത്താൽ. It is through the preaching of the word. ആദ്യം കോട്ടകൾ ഇടിക്കുക. First of all, we are breaking down the strongholds. അവരുടെ സങ്കല്പങ്ങൾ ഇടിക്കുക. We are breaking down their imaginations. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന ഹ്യൂമൻ വിസ്ഡം, മാനുഷിക ജ്ഞാനത്തെ ഇടിക്കുകയാണ്. We are breaking down all the human wisdom which is rising against the wisdom of God. ദൈവത്തിനെതിരെയുള്ള സകല വിചാരങ്ങളെ നമ്മൾ പിടിച്ചടക്കുക. And we are captivating all the thoughts which is against God. അത് ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനെ പിടിച്ചടക്കുക. We are captivating them to the obedience of Christ. ഇതാണ് സഭ ചെയ്യുന്ന external warfare. This is the external warfare of the church. Amen. Amen. ഇത് ചെയ്യണമെങ്കിലേ If we have to do this, ഇന്റേണൽ വാർഫെയറിൽ നമ്മൾ വിജയിച്ചിരിക്കണം. we need to overcome in our personal internal war. Amen. Amen. അകമയുള്ള യുദ്ധത്തിൽ ജയിക്കാത്തവന് മറ്റൊരു വ്യക്തിയിലുള്ള പിശാചിന്റെ പ്രവർത്തികളെ കാര്യമായ നിലയിൽ അഴിക്കാൻ പറ്റത്തില്ല. The one who cannot overcome in his own internal battle cannot gain victory in another person's, in the kingdom of Satan, which is established in the heart of another person. യേശു വന്നത് പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാൻ വേണ്ടി. Jesus came to demolish the works of Satan. Correct? Is that correct? മനുഷ്യപുത്രൻ വന്നത് പിശാചിന്റെ പ്രവർത്തികൾ അഴിപ്പാനാ. The Son of Man came to demolish the works of Satan. അതെല്ലാം ക്രൂശിൽ നിവർത്തിച്ചു. And he completed that on the cross. ഇനി ആ ജോലി സഭയ്ക്ക് തന്നു. And he gave us that responsibility to the church. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും, In all our prayers, ഓരോ വചന പ്രസംഗങ്ങളും, in all our preaching of the word, ഓരോ സുവിശേഷ പ്രസംഗങ്ങളും, in all the evangelism, ഈവൻ ഒരു ട്രാക്റ്റ് കൊടുക്കുന്നതും, even handing out a tract ഒരു ബൈബിൾ കൊടുക്കുന്നതും or handing out a Bible, എല്ലാം പിശാചിന്റെ പ്രവർത്തികൾ അഴിക്കാൻ വേണ്ടിയാ. it is to demolish the works of Satan. ഹല്ലേലൂയ. Amen. പക്ഷെ നമ്മുടെ അകത്ത് അതിലും വലിയ യുദ്ധം നടക്കുക. But there is greater battle going on within us. ഇതാ എന്റെ വിഷയം. This is my point. എന്നകത്ത് സംഘർഷം നടക്കുക. Within me there is a lot of arguments. ഞാൻ പറയാം, സഹോദര ഭയപ്പെടണ്ടെന്ന്.
I'm telling brother, do not worry. അപ്പോൾ എൻ്റെ അകത്ത് ഭയം ഇങ്ങനെ പൊങ്ങി വരിക. But I see the fear rising in me. എനിക്ക് എന്ത് കോൺഫിഡൻസ് ഉണ്ടാവുമെന്ന് പറയാനായിട്ട്? What confidence do I have to say such things to സഹോദരി, him? ഒന്നിനെക്കുറിച്ച് ഭാരപ്പെടണ്ട. I'm saying, sister, do not worry about anything. എൻ്റെ അകത്ത് ഭാരം ഇങ്ങനെ പൊങ്ങി വരിക. But anxiety is coming in my heart. കേട്ടോ നിങ്ങൾ? Do you see that? എനിക്ക് കേൾക്കുന്നില്ല. വേറൊരു വ്യക്തിയുടെ ഭാരത്തെ ഇടിക്കാൻ ഞാൻ പോവുക. I'm going to break down the burdens of other person. പക്ഷെ എൻ്റെ അകത്ത് പൊങ്ങി വരുന്ന അതിലും വലിയ ഭാരമാണ്. But in me, greater burden is there. ഞാൻ ബലഹീനനായി, ആ ശുശ്രൂഷ ഞാൻ ബലഹീനനായി പോവും. And I will be weak in that ministry. എൻ്റെ പോയിന്റ് പിടിക്കുക. ഇന്റേണൽ വാർഫെയറിൽ, അകമയുള്ള ആത്മയുദ്ധത്തിൽ നിങ്ങൾ ജയിക്കുന്നില്ലെങ്കിൽ പുറമെയുള്ള യുദ്ധത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കും. If you are not overcoming in your internal battles, you will also face defeat in your external warfare. ഞാൻ 6-ാം വാക്യം വായിച്ച് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുക. I'm going to conclude by reading verse 6. ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി, അത്രയും പഠിച്ചല്ലോ നമ്മൾ അല്ലേ? ഇനി നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. We have already learned about bringing every thought into captivity to the obedience of Christ. Now we look at verse 6. And being ready to punish all disobedience when your obedience is fulfilled. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ. When your obedience is fulfilled. എന്താ അർത്ഥം? What is the meaning? പൗലോസ് ആദ്യം വന്ന് കൊരിന്തിൽ വചനം പ്രസംഗിച്ചു. Apostle Paul came and preached the gospel in Corinth. നിത്യരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ചു. He preached about the eternal kingdom. നിത്യരക്ഷ പ്രസംഗിച്ചു. He preached eternal life. അവരുടെ അകത്തിരുന്ന പിശാചന കോട്ട ഇടിച്ചു കളഞ്ഞു. And he broke down the strongholds of Satan in them. അവരുടെ വിചാരങ്ങളെ ക്രിസ്തുവിനു വേണ്ടി പിടിച്ചടക്കി. And he captivated their thoughts to the obedience of Christ. അവർ ക്രിസ്ത്യാനിയായി. And they became Christians. വിശ്വാസിയായി. They became believers. ദൈവമക്കളായി. They became children of God. ദൈവരാജ്യമായി. They became the kingdom of God. പക്ഷേ But അവരുടെ അനുസരണം തികഞ്ഞിട്ടില്ല. their obedience is not fulfilled. നമ്മുടെ പോയിന്റ്. This is our point. നമ്മുടെ അനുസരണം തികഞ്ഞിട്ടില്ല. Our obedience is not fulfilled. തികഞ്ഞോ? Is it fulfilled? തികഞ്ഞോ? Is it? നമ്മുടെ പ്രാണൻ എടുത്തു നോക്കി, നമ്മുടെ അകത്ത് നിന്ന് എടുത്തു നോക്കി. Just look into our soul, into ourselves. നിങ്ങൾ എന്നെ നോക്കി. നമ്മുടെ ഏറ്റവും വലിയ സ്ട്രഗിൾ എന്തുവാ? ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? Now what is our greatest struggle? എല്ലാം പ്രശ്നം എനിക്കറിയാം. I know everything is a trouble, but ഞാൻ എൻ്റെ കാര്യം പറയുകയാണ്. എല്ലാം പ്രശ്നമാണ്. I'm talking about myself. Everything is a problem. എല്ലാം പ്രശ്നമാണ്. Everything. ബുദ്ധി പ്രശ്നം. Mind is a problem. ഇന്റലിജൻസ്. Intelligence. ബുദ്ധി പ്രശ്നം. Intelligence is a problem. മനസ്സ് പ്രശ്നം. Our mind is a problem. ചിന്ത, Our thoughts. വികാരമെല്ലാം പ്രശ്നം. All our emotions. തീരുമാനം പ്രശ്നം. Decisions. എല്ലാം പ്രശ്നമല്ലേ? Is it not? അവിടെ ഒന്നും അനുസരണം പൂർണ്ണമായിട്ടില്ലെന്ന്. There's no obedience fulfilled in any of these areas. അനുസരണം പൂർണ്ണമായോ? Is the obedience fulfilled? നമ്മൾ ഇപ്പോഴും ദൈവത്തിനെതിരെ മത്സരിക്കുന്നവരാ. Till now we are rebelling against God. ഈ ദൈവത്തിന്റെ ഭരണം നമ്മിൽ പൂർണ്ണമായിട്ടില്ല. The kingdom of God, the government of God is not fulfilled in us. ഇപ്പോഴും നമ്മുടെ സ്വയത്തിലെ കാര്യം നടക്കുന്നത്. Till even now we are working out in our soul. ഞാൻ ദീർഘവർഷങ്ങളായി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എൻ്റെ അനുഭവം കാണുക ഞാൻ. I'm a person who have seen this experience from past years. സമർപ്പിച്ച് ഇനി സമർപ്പിക്കാൻ ഒന്നുമില്ല. Submitting, but there's nothing more to submit. എന്നാലും സന്തോഷ് ഡേവിഡ് ഇടയ്ക്ക് പൊങ്ങി വരും. But still, Santosh David rises up. എനിക്ക് ഭയങ്കര ഫെയ്ത്താ ദൈവത്തിൽ. I have much faith, great faith in God. അവൻ സോവറിൻ ഗോഡാ, സർവാധിപതിയാ. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് സർവാധിപതി എന്ന്. He is the sovereign God. എന്നാലും ഒരു കുഞ്ഞു കാര്യം ചെയ്യാൻ വരുമ്പോഴേ എനിക്ക് ചെയ്യണം. But even when there's small things to do, I want to do it. എനിക്ക് അവൻ്റെ സർവാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന്. It means I do not have faith in his sovereignty. Come on. ശരിയല്ലേ? Is that correct? കൊച്ചു കാര്യമാ. It's a small thing. അദ്ദേഹം ചെയ്യത്തില്ലേ? Will not God do it? എനിക്ക് ഉറപ്പില്ല. But I don't have assurance. ഞാൻ ചെയ്തെങ്കിലേ ശരിയാകത്തുള്ളൂ. Only if I do it, it will become good. Correct? Is it correct? What is the meaning? ദൈവത്തിന്റെ ഭരണത്തിനെതിരെ
എനിക്ക് മത്സരമുണ്ട്. I am still competing against the rule of God. നമ്മൾ ദൈവത്തിൻ്റെ ഭരണത്തിൽ വന്നവരാ. We are ones who have come into the government of എല്ലാ God. ദിവസവും I surrender all എന്ന് പാടുന്നവരാ. And we sing, I surrender every day. ഓരോ നിമിഷം പ്രാർത്ഥിക്കുന്നവരാ. We pray every day. അടുത്ത നിമിഷം നമ്മുടെ സ്വയത്തിൽ ചെയ്യും. But in the next minute, we do things in our soul. നമ്മുടെ അനുസരണം തികഞ്ഞിട്ടില്ലെന്ന്. Our obedience is not fulfilled. തികഞ്ഞോ? Is it? ഇല്ല. No. നമ്മുടെ യുദ്ധം ഇതാ. This is our warfare. ഹവ്വായ്ക്കുണ്ടായ യുദ്ധം എന്തായിരുന്നു? What was the battle of Eve? എന്തായിരുന്നു? ആദമിന്റെ യുദ്ധം എന്തായിരുന്നു? What was the battle of Adam? യേശുവിന്റെ യുദ്ധം എന്തായിരുന്നു? What was the warfare of Jesus? ലൂസിഫറിന്റെ യുദ്ധം എന്തായിരുന്നു ആദ്യം? What was the war of Satan? എന്തുവാ? അനുസരണക്കേട്. It was disobedience. അതുകൊണ്ടാ ഈ മനുഷ്യനിൽ ആദ്യം അനുസരണക്കേട് ആദമിനല്ല വന്നത്, നമ്മുടെ സഹോദരിക്കാണ് വന്നത്. That's why in mankind the disobedience first came not in the man but in the woman. അതുകൊണ്ട് അനുസരണക്കേടുള്ള ആർക്കുള്ളേ? Exactly. So women have more problem towards No this. problem. Disobedience. More disobedience. ശരിയല്ലേ? ആദമല്ല ആദ്യം അനുസരണക്കേട് കാട്ടിയത്. Adam is not the first man to disobey. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി ഹവ്വായാണ്. But it was our അനുസരണക്കേട് dear കാട്ടിയത്. Eve who committed disobedience. കോമൺ നോക്കി, സകല സ്ത്രീകളുടെ അകത്തും അനുസരണക്കേട് പുരുഷനിൽ നിന്ന് ഒരു പടി കൂടുതലാണ്. If we look into all women, they have bit more disobedience than their male counterparts. അകത്ത് യുദ്ധമാ. It is a great battle അകത്ത് within. യുദ്ധമാ. It's a great battle. ഭർത്താവിന്റെ അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കണം. വചനം കൽപ്പന വന്നിരിക്കുക. The commandment came. The word says, "Be submissive to your husband." വചനം അറിയാം. They know the word. വചനം വെളിപ്പെട്ട് വന്നിട്ടുണ്ട്. The word has been revealed. പക്ഷെ അടുത്ത നിമിഷം ഹവ്വ അമ്മച്ചിയുടെ അനുസരണക്കേട് പൊങ്ങി വരും. But in the next minute, the disobedience of Eve comes out. I'm telling truth, correct? സത്യമല്ലേ പറയുന്നത്? Am I not saying the truth? അനുസരണക്കേട്. It's disobedience. എല്ലാ മേഖലയിലും നമുക്ക് അനുസരണക്കേടുണ്ട്. We have disobedience in every area of life. നമ്മുടെ അനുസരണം തികഞ്ഞു വന്നിട്ടില്ല. Our obedience has not been fulfilled. നമ്മുടെ യുദ്ധം അതാ. This is our battle. ആണോ? ബാക്കിയെല്ലാം അതിൻ്റെ കൂടെ നിൽക്കുന്നതാണ്. അകത്തുള്ള പോരാട്ടം മൊത്തവും അനുസരണക്കേടെന്ന് പറയുന്നതിന് കൂടെ നിൽക്കുന്ന കാര്യങ്ങളാണ്. And because the rest of the things which is part of this warfare, it stands with that disobedience. നമ്മുടെ അകത്ത് അനുസരണക്കേടുണ്ട്. There is disobedience in us. കണ്ടുപിടിച്ചോണം. Search that out. അതിന് വചനം വേണം. You need the word for it. ഓരോ വിഷയത്തിലും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ, ആത്മാവിൻ്റെ നടത്തിപ്പുകൾ സ്വീകരിച്ചോണം. You should receive the fellowship and the guidance of Holy Spirit in every matter. അല്ലെങ്കിൽ നമ്മൾ അനുസരണക്കേട് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. Or else we will only commit disobedience. നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലേ, നമ്മൾ കഴിഞ്ഞ പഠിച്ചില്ലേ, ശിശുപ്രായം വിട്ട് തുടങ്ങുമ്പോൾ ആദ്യം കാണുന്ന കുഴപ്പം എന്തുവാ? What is the first thing we see in our children as they grow up and grow out of infanthood? എന്താണ്? അനുസരണക്കേടാ. It is disobedience. ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും. If we call them here, they go അവിടെ ഒരു the other way. പുതിയ കുഞ്ഞുണ്ട് ആ സൈഡ് കോർണറിൽ. We have a new baby in that corner. ഇപ്പം ബേബി അല്ല, ഇൻഫൻസ് വിട്ടു പുള്ളി. He's already out of infanthood. എൻ്റെ മാപ്പ് പുള്ളി വലിച്ചു കയറാൻ ശ്രമിക്കുക. And he's trying to tear down my map. ഞാൻ പറഞ്ഞു നോ. I said no. എൻ്റെ മുഖത്തേക്ക് നോക്കി. And then he looked at me. കൈ ഇങ്ങനെ പോവും, എന്നെ നോക്കും. കൈ ഇങ്ങനെ പോവും, എന്നെ നോക്കും. കൈ പോകും, എന്നെ നോക്കും. He reaches out his hand and he looks at me. ഞാൻ മാറി നിന്നു. And when I turned back, പുള്ളി കയറി പിടിച്ചു. he took a hold of it. ഞാനൊരു ഒരു അടി കൊടുത്തു കൈക്ക്. And I gave a small poke to his hand. ഞാൻ പറഞ്ഞത് അനുസരണക്കേടെന്നുള്ളത് മനുഷ്യൻ്റെ അകത്ത് കിടക്കുന്ന സാധനമാണ്. Disobedience is in that something which is in us already. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറിനോട് ചോദിക്കാം. Not If joking. you doubt, you can ask Beryl. Or ask ഷേബയോട് ചോദിക്കാം. Or you can ask Sheba. സംശയം മാറിയില്ലെങ്കിൽ എൻ്റെ ഭാര്യയോട് ചോദിക്കാം. If you are still in doubt, you can ask my wife. Amen. അകത്ത് അനുസരണക്കേടുണ്ട്. There is much disobedience in a man. നമുക്ക് ആ അനുസരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ കഴിയുന്നില്ല. So even though we desire to obey, it is not possible. നിങ്ങളുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ When your obedience is fulfilled, എനിക്ക് സന്തോഷം, അതാ പറയാൻ സന്തോഷം എനിക്ക്. that is the joy I have to say.
നമ്മുടെ അനുസരണം ഒരിക്കൽ പൂർണ്ണമാകും. One day our obedience will be fulfilled. നമ്മുടെ പ്രാണന്റെ സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നടക്കും. The will of God, only His will be done in all the areas of our life. നമ്മൾ ആ യാത്രയിലാ, We are in the journey നമ്മൾ ആ towards യുദ്ധത്തിലാ. that. We are in the warfare. സ്വർഗത്തിലെ പിതാവിൻ്റെ ഇഷ്ടം മാത്രം ചെയ്യുന്ന ഒരു ദേഹി, ഒരു പ്രാണൻ, ഒരു ഹൃദയം നമുക്കുണ്ടാകും. We will have a soul, a heart that will only obey and fulfill the will of our Father. അന്ന് തുടങ്ങി നിങ്ങളുടെ എക്സ്റ്റേണൽ വാർഫെയർ നിങ്ങൾ ഭയങ്കര ജയാളിയാകും. And from that day onwards you will be victorious in your external warfare. ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവന് എന്നിൽ ഒരു കാര്യവുമില്ല എന്ന് പറയുന്ന ഒരു അനുഭവം യേശുവിന് മാത്രം നമുക്കുണ്ടാകും. The experience of saying the ruler of this world is coming and he has nothing in me will not be only to Jesus but also for us. നാളെ നമ്മൾ പറയാൻ വേണ്ടി പോവുക, We will say this tomorrow. സാത്താനെ നിനക്ക് എന്നിൽ ഒരു കാര്യമില്ലെന്ന് Satan, you have nothing in me. നമ്മൾ പറയും, We will say this. നമ്മൾ പറയുമെന്ന്. We will say this. അവൻ വന്ന് നോക്കിയാൽ അവന്റെ യാതൊരു പ്രോഡക്റ്റുകളും നമ്മളില്ലാത്ത നിലയിൽ പരിശുദ്ധാത്മാവ് നമ്മെ പണിതെടുത്തുകൊണ്ടിരിക്കുക. If he look at us, if Satan looks at us, he'll not see any product of his product in us. In that way, the Holy Spirit will build us. നമ്മുടെ അനുസരണം, ദൈവത്തോടുള്ള നമ്മുടെ അനുസരണം പൂർണ്ണമാകും. Our obedience to God will be fulfilled. നമ്മൾ അതിനെക്കുറിച്ച് വീണ്ടും അധികം പിന്നീട് പറയാം. And we will speak on this coming days. അവസാന ഭാഗം, We'll see the last portion. നിങ്ങളുടെ അനുസരണം തികഞ്ഞു വരുമ്പോൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ ഒരുങ്ങിയിരിക്കുന്നു. And being ready to punish all disobedience when your obedience is fulfilled. സഭയുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ, So when the obedience of the church is fulfilled, നമ്മൾ എല്ലാ അനുസരണക്കേടിനും പ്രതികാരം ചെയ്യും. there will be a revenge for all the disobedience. കറക്റ്റ് വാക്കാ റിവഞ്ച്. നമ്മൾ പ്രതികാരം ചെയ്യുമെന്ന്. There will be a revenge of all the disobedience. ആരെയാ പ്രതികാരം ചെയ്യുന്നത്? സാത്താനോട് പ്രതികാരം ചെയ്യുമെന്ന്. That this revenge is towards Satan. ആമേൻ. Amen. നമ്മൾ സാത്താനോട് പ്രതികാരം ചെയ്യുമെന്ന്. We will take the revenge on Satan. അതെങ്ങനെയാ? How is that? പിശാച് ഓരോ വ്യക്തിയുടെ അകത്തും അവന്റെ രാജ്യം സ്ഥാപിച്ചിരിക്കുക. Satan has established his kingdom in all the men of this world. ജനത്തെ പാപത്താൽ ബന്ധിച്ചിരിക്കുക. He has bound them with sin. ശാപത്താൽ He ബന്ധിച്ചിരിക്കുക. has brought them under bondage of curse. രോഗത്താൽ ബന്ധിച്ചിരിക്കുക. He has brought them under the bondage of നിരവധി diseases. കഷ്ടതകളാൽ ബന്ധിച്ചിരിക്കുക. And he has bound them with many troubles. നിരവധി പാപത്താൽ ബന്ധിച്ചിരിക്കുക. He has bound the man with many kind of sin. നമ്മൾ ബലപ്പെട്ട് കഴിയുമ്പോൾ, When we are strengthened, നമ്മുടെ അനുസരണം പൂർണ്ണമായി when കഴിയുമ്പോൾ, our obedience is fulfilled, നമ്മൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി, അവനെ കെട്ടിവച്ചിരിക്കുന്ന പിശാചിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറും. we need only speak one word and the bondage of Satan in that person will be demolished. ദീർഘമണിക്കൂർ പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. Then there will be no need of long preaching. യേശുവിനെ കുറിച്ച് ചില കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അവന്റെ അകത്തിരിക്കുന്ന ബന്ധനങ്ങൾ അഴിഞ്ഞിരിക്കും. When we just speak of Jesus, his bondages will be അവന്റെ demolished. കെട്ടുകൾ അഴിഞ്ഞിരിക്കും. His bondages will be demolished. യേശു പിശാചിന്റെ പ്രവർത്തികളെ അഴിച്ചതുപോലെ നാമും നമ്മുടെ വായിലെ വാക്കുകളാൽ ഒരു വ്യക്തിയെ കെട്ടിവച്ചിരിക്കുന്ന പിശാചിന്റെ ബന്ധനങ്ങളെ അടിച്ചു കളയും. Just as Christ demolished all the works of Satan, we will also demolish his works just with the words of ആ our mouth. വ്യക്തികളെ പിശാചിന്റെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കും, വിടുവിച്ചെടുക്കും. And we will redeem those people from the hand of Satan. ഹല്ലേലൂയ. Hallelujah. ഒരു വാക്യമുണ്ട് ലൂക്കോസിനകത്ത്. There's a scripture in the book of Gospel of Luke. ബലവാൻ ആയുധം ധരിച്ച് അവന്റെ കോട്ട കാക്കുമ്പോൾ, അരമന കാക്കുമ്പോൾ അവന്റെ വസ്തുവക ഉറപ്പോടെ ഇരിക്കും. We see in book of Luke that there's a strong man who with his armor, with his weapons is protecting his territory. അവന്റെ വസ്തുവക എല്ലാം ഉറപ്പോടെ ഇരിക്കും. So all his goods are in peace. അവനിലും ബലവാനായ വന്ന്, But a stronger person than he comes, ഈ ആദ്യത്തെ ബലവാൻ സർവ്വായുധവർഗം പിടിച്ചെടുക്കും. and he captures all his armor of the first strong man. അവന്റെ കൊള്ളയെല്ലാം അവനെ വിടുവിക്കും. And he will plunder all his goods. ആമേൻ. Amen. ഒന്നാമത്തെ ബലവാൻ സാത്താനാ. The first strong man here is Satan. അവൻ ഉറപ്പോടെ അവന്റെ കോട്ട അവൻ സൂക്ഷിക്കുകയാണ്. He is with full confidence
protecting his stronghold. ഓരോ മനുഷ്യനെ അവൻ ബന്ധിച്ചു വെച്ചിരിക്കുക. And he has bound each man. അവനിലും ബലവാനായ വന്നു. But a stronger person than he has come. അത് യേശുവാണ്. That is Jesus Christ. അവന്റെ ആയുധവർഗ്ഗങ്ങളെ പിടിച്ചെടുത്തു. And Jesus Christ captivated all his armor. അവന്റെ കൊള്ള പകുതി ചെയ്തു. അവന്റെ കൊള്ളകളെല്ലാം തിരിച്ചെടുത്തു. And he plundered all his goods. He took them back. പിശാചിന്റെ കയ്യിൽ കിടന്ന മനുഷ്യനെ യേശു വിടുവിക്കുന്ന കാര്യം പറയാണ്. It is talking about Jesus Christ delivering the man who was in the hand of Satan. അതേ ശുശ്രൂഷ നമ്മുടെ ശുശ്രൂഷ. And the same ministry is our ministry. നാം പിശാചിനെ കാട്ടിലും ബലവാന്മാരായി തീരും. We will become stronger than Satan. ഇപ്പോൾ അങ്ങനെ തന്നെയാണ്. We are right now. നമുക്ക് അങ്ങനെ അധികാരമുണ്ട്. We have the authority in this moment. പക്ഷേ നമ്മുടെ ബലം കെടുക്കുന്നത്, ബലം നഷ്ടപ്പെടുന്നത് നമ്മുടെ അകമേ അനുസരണം പൂർത്തീകരിക്കപ്പെടാത്തതുകൊണ്ടാണ്. But because our obedience is not fulfilled, we are still in weakness. Internal warfare നമ്മൾ ജയിച്ചിട്ടില്ല. We have not overcome in the internal warfare. അതുകൊണ്ട് external warfare നമുക്ക് ബലം പെടാൻ പറ്റുന്നില്ല. That's why we are not able to be strengthened in the external warfare. പരിശുദ്ധ ആത്മാവ് നമ്മുടെ അകത്ത് പരിവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. But the Holy Spirit is working in us. നമ്മുടെ പ്രാണനെ മുഴുവനായി നേടിക്കൊണ്ടിരിക്കുന്നു. And he is completely redeeming our soul. നമ്മുടെ അനുസരണം ഒരിക്കൽ തികഞ്ഞു വരും. And one day our obedience will be fulfilled. അന്ന് നമ്മൾ പിശാചിന്റെ സകല അനുസരണക്കേടിനും പ്രതികാരം ചെയ്യും. And on that day we will take revenge for all the disobedience. ഒരു വാക്കിനാൽ ബന്ധനങ്ങളെ അഴിച്ചു കളയും. With one word we will demolish all the bondages. അന്ന് മണിക്കൂർ പ്രാർത്ഥിക്കേണ്ട ഒരു വ്യക്തി വിടുവിക്കാൻ That time we don't need to pray long hours to redeem a ഒരൊറ്റ person. വാക്കിൽ സാത്താന്റെ കെട്ട് അഴിച്ചു കളയും. We will redeem that person. We will demolish his works with one word. ഒരു ചെറിയ മിനിറ്റിലെ പ്രസംഗത്താൽ, സുവിശേഷ പ്രസംഗത്താൽ അവന്റെ അകത്തിരിക്കുന്ന പിശാചിന്റെ കോട്ടകളെ ഇടിച്ചു കളയും. With just few minutes of preaching the gospel, we will redeem the person from the hand of Satan. പൗലോസിനെ നോക്കിയേ, പീറ്ററിനെ നോക്കിയേ. Look at Apostle Peter. ബലഹീനനായ പത്രോസ്, He was weak. കർത്താവിനെ തള്ളിക്കളഞ്ഞ പത്രോസ്, തള്ളി പറഞ്ഞ പത്രോസ്, the Peter who denied Jesus Christ. ഭീരുവായ പത്രോസ്, The Peter who was afraid. അവന്റെ അകത്ത് ബലമൊന്നുമില്ലായിരുന്നു. There was no strength in him. പക്ഷേ ഹോളി സ്പിരിറ്റ് അവൻ ഇറങ്ങി വന്നു. But when the Holy Spirit came in him, അവൻ ആള് മാറിയവനെ പോലായി. he became a changed man. ആത്മാവ് അവൻ അനുസരണത്തെ പൂർത്തീകരിച്ചു. And his obedience was fulfilled in the Holy Spirit. ഒരൊറ്റ പ്രസംഗത്തിൽ അവൻ 3000 ആൾക്കാരെ നേടി. And with one preaching he redeemed 3000 people to the church. നമ്മുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ വലിയ മിനിസ്ട്രി വെളിപ്പെടും. When our obedience is fulfilled, great ministry will be manifested യേശു to us. ചെയ്തതുപോലെ ഉള്ള മിനിസ്ട്രി വെളിപ്പെടും. Our ministry will be fulfilled in the same way Jesus Christ യേശു ministered. കർത്താവ് ചെയ്തതിലും അധികം കാര്യങ്ങൾ നാം ചെയ്യും. And we will do greater things than Jesus did. അത് കർത്താവിന്റെ പ്രോമിസ് ആണ്. That is his promise. നമുക്ക് ഒരുമിച്ച് ഇരുന്നിട്ട് പ്രാർത്ഥിക്കാം. Let us stand up and pray. നമ്മുടെ അനുസരണം വേഗത്തിൽ പൂർണ്ണമാകട്ടെ. Let our obedience be fulfilled sharply. നമ്മുടെ അകത്ത് വലിയ യുദ്ധമുണ്ട്. There's a great battle in us. നമ്മുടെ ബുദ്ധിയിൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുക. And there's battle raging in our mind, in our intelligence. നമ്മുടെ മനസ്സിൽ യുദ്ധമുണ്ട്. There's great battle in our mind. അതെല്ലാം ദൈവത്തിന് വിരോധമായിട്ടാണ്. And it is all against the knowledge of God. നമ്മുടെ ഹൃദയത്തിൽ തിളച്ചു ലാവ അഗ്നിപർവ്വതം തിളച്ചു മറിയുന്ന അനുഭവങ്ങളുണ്ട്. We have the experiences in us as same as lava burning up in a mountain. വലിയ ഭയമകത്തുണ്ട്. There's great fear in us. നിരാശയുണ്ട്. Great depression. ഭാരമുണ്ട്. Burdens. സംശയമുണ്ട്. Doubts. കോപമുണ്ട്. Anger. കയ്പുണ്ട്. Bitterness. വിവിധമായ ദുർമോഹങ്ങളുണ്ട്. And many kinds of lusts. വിവിധമായ പാപ അശുദ്ധികളുണ്ട്. There's kind of uncleanness. നമ്മുടെ സ്വയം സമർപ്പിക്കപ്പെട്ടിട്ടില്ല. Our soul has not been submitted. നമ്മുടെ സ്വയത്തിൽ വീണ്ടും ശക്തമായിരിക്കുന്ന അനുസരണക്കേടുണ്ട്. And there's great disobedience in our soul. ദൈവത്തെ കൂടാതെ നാം കാര്യങ്ങൾ ചെയ്യുകയാണ്. And we are doing things in our life without or apart from നമ്മുടെ God. ആളത്തും മുഴുവനും തകർച്ചയുണ്ട്. And there's great brokenness in our soul. അവിടെ യുദ്ധം നടക്കുക. There's great battle going on. നമ്മെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവുണ്ട്. But the Holy Spirit is here to help അവൻ നമ്മുടെ us. ഒരു വാക്കിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. He's waiting for your word. നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ ആളത്വത്തിന്റെ ഓരോ ഭാഗങ്ങളെ സമർപ്പിച്ചു കൊടുക്കാൻ ആഗ്രഹിക്കുക. He desires that we will submit our soul in every minute. അവൻ യുദ്ധം ചെയ്യും നമുക്ക് വേണ്ടി. He will wage the battle for us. ചിന്തകളെ പിടിച്ചടക്കാൻ സഹായിക്കും. He will help us to captivate our thoughts. ബുദ്ധിയിലെ കെട്ടഴിക്കും. He will demolish the bondages of our ഹൃദയങ്ങളെ intelligence. സൗഖ്യമാക്കും. And he will heal our hearts. സ്വയത്തിന്റെ ശക്തി അവൻ കെടുത്തിക്കളയും. He will
nullify, He will destroy the power of our will, നമ്മെ അവൻ വേഗത്തിൽ വിടുവിക്കും. and He will completely deliver us soon. നമ്മുടെ അനുസരണം അവൻ പൂർത്തീകരിക്കും. He will fulfill our obedience. അനുസരണം പൂർണ്ണമായി കഴിയുമ്പോൾ നാം ഏത് അനുസരണക്കേടിനും പ്രതികാരം ചെയ്യുവാൻ പ്രാപ്തരാകും. And when our obedience is fulfilled, we will be able, strong enough to take revenge on all obedience. അനേക ഹൃദയങ്ങളിൽ നാം ദൈവരാജ്യം സ്ഥാപിക്കും. And we will establish the kingdom of God in many hearts. അനേക വ്യക്തിയിലുള്ള പിശാചിന്റെ ബന്ധനങ്ങൾ നമ്മൾ അഴിച്ചു കളയും. We will demolish all the bondages of Satan in man. സാത്താന്റെ കോട്ടകളെ ഓരോ വ്യക്തിയിൽ നിന്ന് ഇടിച്ചു കളയും. We will break down the strongholds of Satan in every man. ദൈവത്തിന്റെ ആഗ്രഹം നാം വേഗത്തിൽ അകമയുള്ള യുദ്ധത്തിൽ സൗഖ്യമാകണമെന്നാണ്. Now the will of God is that we be നമ്മുടെ അകത്ത് സൗഖ്യം വരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He desires that we be healed in our inner person. നമ്മുടെ അനുസരണം പൂർണ്ണമാകാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. He desires that our obedience be fulfilled. നമ്മുടെ ബുദ്ധിയിൽ അനുസരണം പൂർണ്ണമാകട്ടെ. Let obedience be fulfilled in our mind. നമ്മുടെ ചിന്തകളിൽ അനുസരണം പൂർണ്ണമാകട്ടെ. In our thoughts, let obedience be fulfilled. നമ്മുടെ അകത്തുള്ള എല്ലാ സങ്കല്പങ്ങളും പോകട്ടെ. Let all imaginations from within us. ദൈവത്തിന് എതിരെയുള്ള എല്ലാ ജ്ഞാനവും വിട്ടുമാറട്ടെ. Let all the thoughts against the knowledge of God be removed. അകത്തുള്ള ദൈവത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ മാനുഷിക ബുദ്ധി ജ്ഞാനവും വെളിപ്പോകട്ടെ. All the humanly wisdom and knowledge, the high things which arise against the knowledge of God, let it be removed. നമ്മുടെ അനുസരണം വേഗത്തിൽ പൂർണ്ണമാകുക. Our obedience is being fulfilled soon. പരിശുദ്ധാത്മ നിങ്ങളോട് കൃത്യമായി സംസാരിച്ചുകൊണ്ടിരിക്കുക. The Holy Spirit is clearly talking to you. നമ്മുടെ അനുസരണം പൂർണ്ണമായിട്ടില്ലെന്ന് നമുക്കറിയാം. We know ourselves that our obedience is not fulfilled. നമുക്ക് വലിയ ആഗ്രഹമുണ്ട്. But we have a great desire. അത് വാ തുറന്ന് അവനോട് പറഞ്ഞാട്ടെ. Open your mouth and say that to Him. പരിശുദ്ധാത്മാവേ, എനിക്ക് എൻ്റെ അനുസരണം പൂർണ്ണമാകണം. Holy Spirit, I want my obedience to be fulfilled. എനിക്ക് പിതാവിന്റെ ഇഷ്ടം മാത്രം ചെയ്താൽ മതി. I want to do only the will of the Father. എൻ്റെ ചിന്തയിൽ പിതാവിന്റെ ചിന്ത മാത്രം മതി. In my thoughts, I want the Father's thoughts only. എനിക്ക് യേശുവിന്റെ മനസ്സ് മാത്രം മതി. I only want the mind of Christ. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ വികാരങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വികാരങ്ങൾ മാത്രം മതി. I only want the emotions of the Holy Spirit in my emotions and in my heart. എൻ്റെ തീരുമാനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ തീരുമാനം മാത്രം മതി. And in my decisions, I want only the decisions of the Holy Spirit. എൻ്റെ വായിലെ വാക്കുകൾ അവന്റെ വാക്ക് നിന്റെ വാക്കായ മാത്രം മതി. I want only your words in my words. എൻ്റെ പ്രവൃത്തിയല്ല നിന്റെ പ്രവൃത്തിയായ മതി. I want all my deeds to become yours. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I submit everything. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. I submit myself. എൻ്റെ ബുദ്ധിയെ സമർപ്പിക്കുന്നു. I submit my intelligence. എൻ്റെ മനസ്സിനെ സമർപ്പിക്കുന്നു. I submit my mind. എൻ്റെ ചിന്തകളെ സമർപ്പിക്കുന്നു. I submit my thoughts. എൻ്റെ ഹൃദയത്തിലെ ഓരോ വികാരങ്ങളെ I സമർപ്പിക്കുന്നു. submit each and every emotion of my heart. എൻ്റെ ഓരോ തീരുമാനങ്ങളെ I സമർപ്പിക്കുന്നു. submit all my decisions. എൻ്റെ വായിലെ ഓരോ വാക്കിനെ സമർപ്പിക്കുന്നു. I submit every word of my mouth. എൻ്റെ ഹൃദയത്തിന്റെ ഒരു ആഗ്രഹത്തെ ഓരോ ആഗ്രഹങ്ങളെ I സമർപ്പിക്കുന്നു. submit each and every desire of my heart. എൻ്റെ ഓരോ നിമിഷത്തെ ഓരോ പ്രവൃത്തികളെ സമർപ്പിക്കുന്നു. I submit every deed, every action into your hands. കർത്താവേ, ഞാൻ വീണു പോകുമെന്ന് പലപ്പോഴും അറിയുന്നു. I realize that I keep falling every പലപ്പോഴും ഞാൻ തെറ്റിപ്പോകുമെന്ന് അറിയുന്നു. Many times we backslide, പക്ഷെ Father. നീ ഒരിക്കലും പരാജയപ്പെടുത്തില്ല. But you never are defeated. എന്നെ നീ മടക്കി ഉയർത്തുന്ന ദൈവമാണ്. You are the God who brings us back. എന്നെ സൗഖ്യമാക്കുന്ന ദൈവമാണ്. You are the God who heals me. ഓ, എന്നെ പൂർണ്ണമാക്കിയാട്ടെ. Oh, complete me. യേശുവിനെ പോലാക്കിയാട്ടെ. Make me like Christ. യേശു എങ്ങനെ പിതാവിനെ അനുസരിച്ചുവോ അതുപോലെ അനുസരിപ്പാൻ ഞങ്ങൾ ആ കൃപ ചോദിക്കുകയാണ്. We ask you the grace to obey you just as Christ obeyed you. ഞങ്ങളുടെ അനുസരണത്തെ പൂർത്തീകരിക്കണമേ. Oh Lord, fulfill our obedience. ഞങ്ങളുടെ ഇന്റേണൽ വാർഫെയറിൽ ഒരു സമ്പൂർണ്ണമായ ആധിപത്യം തരണമേ. Give us a complete victory in our internal warfare. ഞങ്ങളുടെ സകല മനസ്സിന്റെ ചിന്തകളെ പിടിച്ചടക്കാൻ പ്രാപ്തി തന്നാട്ടെ. Give us the grace and the ability to captivate every thought. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന വചനമെല്ലാം വെളിപ്പെടുത്തിയാട്ടെ. Reveal all this word which we are hearing into our hearts. ഇനി കർത്താവിനെ കൂടാതെ ഒരു കാര്യവും ചെയ്യാതിരിപ്പാൻ ഞാൻ കൃപ ചോദിക്കുന്നു. Father, we ask you grace to not do anything apart from you. ഈ വചനങ്ങളെ ഞങ്ങൾ സൗഖ്യമാക്കിയാട്ടെ. Let the scriptures
heal us. ഞങ്ങൾ അവിടുത്തെ വിസ്ഡം സ്വീകരിക്കുക. We receive your wisdom. ഞങ്ങൾ സ്വർഗീയമായ പരിജ്ഞാനം We സ്വീകരിക്കുക. receive heavenly knowledge. ഇത് തിരിച്ചറിയേണ്ട ബുദ്ധിയെ ഞങ്ങൾ വീണ്ടും പ്രകാശിപ്പിക്കാൻ വേണ്ടി We പ്രാർത്ഥിക്കുന്നു. pray that you enlighten the understanding to realize and ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ we സ്വീകരിക്കുന്നു. receive the spirit of knowledge and wisdom and knowledge. ഹല്ലേലൂയ. ഞങ്ങൾ ആ വിവേകത്തിന്റെ അണ്ടർസ്റ്റാൻഡിങ് ആത്മാവിനെ ഞങ്ങൾ സ്വീകരിക്കുന്നു. We receive the spirit of understanding. നന്ദി പരിശുദ്ധ ആത്മാവേ. Thank you, Holy Spirit. ഒരു നിമിഷം എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. Let us pray. നമ്മുടെ വാ കൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് വാ തുറന്ന് പറയുമ്പോൾ ഒരു വലിയ സൗഖ്യം നമ്മളകത്ത് നടക്കുന്നുണ്ട്. When you open your mouth and pray, there is a great healing happening in us. നമ്മുടെ പ്രാർത്ഥന അകത്ത് മാത്രം പോരാ. Not the prayer just within us. വാ തുറന്ന് പറയാം. But speak it out with your mouth. ദൈവം കേൾക്കുന്നു. God is hearing you. നമ്മുടെ പ്രതിയോഗി കേൾക്കുന്നുണ്ട്. And also our enemy is hearing. അവൻ ലജ്ജിച്ചു പോയിരിക്കുക. He has become ashamed. ഈ നാലാഞ്ചറയിൽ നിന്നും ഒരു സഭ എഴുന്നേറ്റ് വരിക. A church is arising out of this Nalanchira. അവർ ഉറക്കെ പറയും. They will speak അവരിങ്ങനെ ഉറക്കെ പറയും. they are speaking loudly. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. The ruler of this world is coming. അവന് എന്നിൽ ഒരു കാര്യവുമില്ല. And he has nothing in me. ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു. The ruler of this world is coming. അവന് എന്നിൽ ഒരു കാര്യവുമില്ല. And he has nothing in me. അങ്ങനത്തെ ഒരു വിശുദ്ധ ജനത്തെ കർത്താവ് എഴുന്നേൽപ്പിക്കുക. The Lord is rising up such a holy generation. അതാണ് വരാൻ പോകുന്ന വലിയ ഉണർവ്. And that is the coming revival. അതാണ് വരാൻ പോകുന്ന ഏറ്റവും വലിയ നവീകരണം. And that is the greatest renewal. അതിനുവേണ്ടി ദൈവം തന്റെ കാബോധ് തരാൻ വേണ്ടി പോകുന്നത്. And for this purpose he is going to give us his kabod. ദൈവത്തിന്റെ കാബോധ് ഷെക്കീന ഗ്ലോറി നമ്മുടെ അകത്തേക്ക് തരേണ്ടതിനായി നാം ഇന്റേണൽ വാർഫെയറിൽ ജയിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. He decides that we should reign and overcome in our internal warfare so that he may give us his kabod. ദൈവത്തിന്റെ കാബോധ് പ്രാപിക്കണമെങ്കിൽ നമ്മുടെ അനുസരണം പൂർണ്ണമാകണം പ്രിയമുള്ളവരെ. If we need to receive his kabod, our obedience must be fulfilled. നമുക്ക് അനുസരണം പൂർണ്ണമായിട്ടില്ല. Our obedience has not been fulfilled. നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിൽ നടക്കുന്നില്ല. Even though we decide it is not happening. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മൾ അവിടെ എത്തിക്കും. But the Holy Spirit will reach us there. ഇന്ന് today അവൻ നമ്മൾ അവിടെ എത്തിക്കും. And today Holy Spirit will make us. നാളെയല്ല. Not tomorrow. ഇന്ന്. But today. നമ്മൾ അനുസരണം പൂർത്തീകരിക്കും. He will fulfill our obedience. നമ്മുടെ പ്രാണനെ സൗഖ്യമാക്കും. He will heal our soul. നമ്മുടെ പ്രാണനെ വിശുദ്ധീകരിക്കും. He will sanctify our soul. നമ്മൾ യേശുവിനെ പോലാക്കും. And he will make us like Christ. യേശുവിന്റെ തേജസ്സും കാബോധം വഹിക്കും. We will bear the kabod, the glory of Christ. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. That is the purpose of God. ദൈവം അങ്ങനെ ഒരു തലമുറയെ ഈ ഭൂമിയുടെ മുഖത്ത് എഴുന്നേൽപ്പിക്കുകയാണ്. He is rising up such a generation on the face of this earth. പിശാചിന് ഒരു അവകാശം പറയാൻ കഴിയാത്ത ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. God is rising up a generation on whom Satan has no accusation to make. 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ നടന്ന ജെറുസലേമിന്റെ വീഥിയിൽ നടന്ന ദൈവത്തിന്റെ പുത്രനെ യേശുവിനെ ഈ തലമുറ കണ്ടിട്ടില്ല. Today's generation has not seen the Son of God who walked 2000 years ago on the streets of Jerusalem. എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ നമ്മളിലൂടെ കാണുന്ന ഒരു അവസ്ഥ, ഒരു സമയം ഈ ഭൂമിയിൽ വന്നിരിക്കുകയാണ്. But the time has come in this world that they will see Jesus Christ in us. പിശാച് നമ്മളെ കണ്ട് വിറയ്ക്കാൻ തുടങ്ങും. And Satan will tremble when he looks at us. അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. And he will flee from us. അവൻ നമ്മളെ വിട്ട് ഓടിപ്പോകും. He will flee from us. അവൻ പിന്നെ നമ്മുടെ അടുത്ത് വരത്തില്ല. And he'll never approach us. സമാധാനത്തിന്റെ ദൈവം വേഗത്തിൽ സാത്താനെ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയും. The God of peace will shortly crush Satan under our feet. ദൈവം സാത്താനെ വേഗത്തിൽ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയും. God will shortly crush Satan under our feet. അതെപ്പോഴാണ്? When is that? ഇന്റേണൽ വാർഫെയറിൽ നമ്മുടെ അനുസരണം പൂർത്തീകരിക്കപ്പെടുന്ന അന്ന് സാത്താൻ നമ്മുടെ കാൽക്കീഴെ ചതച്ചു കളയും. The day we overcome in our internal warfare, Satan will be crushed under our feet. നമ്മുടെ അനുസരണം പൂർണ്ണമാകുമ്പോൾ, when our obedience is fulfilled, അകത്തെയുള്ള യുദ്ധത്തിൽ ജയിക്കുന്ന ആ ദിവസം,
The day we overcome, we win in our internal battle. സാത്താൻ നമ്മുടെ കാൽ കീഴെ അമർന്നിരിക്കും. Satan will be crushed under our feet. അവന് നമ്മുടെ മേൽ ഒരു അധികാരം He ഉണ്ടാകത്തില്ല. will have no authority over us. ഇന്നും അവന് അധികാരമില്ല. Today also he has no authority. പക്ഷെ അവൻ തന്ത്രങ്ങളാൽ നമ്മെ But പരാജയപ്പെടുത്തുകയാണ്. through his tricks he is defeating us. കാരണം അവന്റെ പ്രോഡക്റ്റുകൾ നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. Because his products remain in us. പരിശുദ്ധാത്മ നമ്മളെ സമൂലമായി ആത്മാദേഹി ദേഹത്തെ വിശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നു. But the Holy Spirit is sanctifying us completely in our spirit, soul and body. നമ്മൾ അനുസരണം ഇന്ന് പൂർത്തീകരിക്കപ്പെടും. Our obedience will be fulfilled today. നാളെ അല്ല, ഇന്ന് Not പൂർത്തീകരിക്കപ്പെടും. tomorrow but today. അങ്ങനെ പറഞ്ഞാൽ ഇന്ന് പൂർത്തീകരിക്കപ്പെടും. Speak in this manner that your obedience will be fulfilled ദൈവം today. സാത്താനെ എന്റെ കാൽ കീഴെ ചതച്ചു കളയും. God will crush Satan under my feet. ഞാൻ യേശുവിന്റെ സൈന്യമായി എഴുന്നേൽക്കും. And I will rise as the army of Christ. എല്ലാ അനുസരണക്കേട് ഞാൻ പ്രതികാരം ചെയ്യും. And I will take revenge upon all disobedience. പിശാച് ബന്ധിച്ചു വെച്ചിരിക്കുന്ന ഈ തലമുറ ഞങ്ങൾ പുറത്തെടുക്കും. I will redeem out the generation out from the hand of Satan. പിശാചിന്റെ പ്രവർത്തനം അഴിച്ചു കളയും. And we will demolish the works of Satan. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ In the name of Jesus ഈ Christ. വചനങ്ങളാൽ ഞങ്ങൾ ധൈര്യപ്പെടുത്തുന്നു. We encourage you with the scriptures. ഈ ജ്ഞാനത്താൽ ഞങ്ങൾ ഉറപ്പിക്കുന്നു. We assure you with this wisdom. നിങ്ങൾ ജയാളികളാണ്. You are victorious. നിങ്ങൾ ജയാളികളാണ്. You are victorious. നിങ്ങൾ ജയാളികളാണ്. You are victorious. ക്രിസ്തുവിൽ ജയാളികളാണ്. You are victorious in Christ. ക്രിസ്തുവിൽ ജയാളികളാണ്. You are victorious in Christ. ക്രിസ്തുവിൽ ജയാളികളാണ്. You are victorious in നിങ്ങൾ Christ. പാപത്തെ ജയിക്കുന്നവരാണ്. You are people who overcome ലോകത്തെ sin. ജയിക്കുന്നവരാണ്. You will overcome the world. ജഡത്തെ ജയിക്കുന്നവരാണ്. You are ones who overcome നിങ്ങൾ the ജയാളികളാണ്. You are victorious. You are more than conquerors. We are more than conquerors. നിങ്ങൾ in Christ. ജയാളികളാണ്. We are more than നിങ്ങൾ conquerors. ജയാളികളാണ്. We are overcomers. നിങ്ങളുടെ അനുസരണം ഇന്ന് പൂർണ്ണമാകും. Your obedience will be fulfilled ഈ today. വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധൈര്യപ്പെടുത്തുകയാണ്. God is encouraging us നിങ്ങളെ with the ഉറപ്പിക്കുകയാണ്. scriptures. He is settling us. Hallelujah. 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 ആ Hallelujah. കരങ്ങൾ തട്ടി നന്ദി പറഞ്ഞാട്ടെ.